ഞാൻ പൈസ ഇല്ലാതാണ് യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു അമ്മയോട്. അവർക്കൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്, അപ്പം അങ്ങനെ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ? അപ്പം എന്തോ ഇങ്ങനെ ഓടി വരുന്നൊരു സൗണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇതെൻ്റെ പുറകെ ഓടി വരും ഈ കുതിര. ഞാൻ പേടിച്ചു. ഞാൻ വിളിച്ചു ദൈവം എൻ്റെ നേരെ വല്ലതാണെന്ന് പറയാം. ഞാൻ എഴുന്നേറ്റ് ഓടി. ഞാൻ ഓടി അടിച്ചും തള്ളിയോടെ വീണു. ഞാൻ ഇങ്ങനെ വീണിട്ട് ഞാനിങ്ങനെ എഴുന്നേക്കുമ്പോൾ ഞാൻ നോക്കുന്നത് ഇതെൻ്റെ നേരെ ഇങ്ങനെ കാലും പൊക്കി നിൽക്കുക. ഫസ്റ്റ് ചവിട്ട് എനിക്കിട്ട് കിട്ടി, വയറിനിട്ട് കിട്ടി. അപ്പം ഞാൻ കരുതി എൻ്റെ ബർത്ത്ഡേയും ഡെത്തറേയും ഒരു ദിവസമാണ്, ഞാൻ ഉറപ്പിച്ചു. പിന്നെ അതെനിക്കിട്ട് ചവിട്ടിയില്ല, ഒരു വൃത്തികെട്ട പരിപാടി കാണിച്ചു എനിക്ക്. ആ ടൈമിൽ അവിടെ ഒരു ട്രക്ക് വന്നിറങ്ങി. ട്രക്കിൽ നിന്ന് വന്ന 2 പേരെ കണ്ടപ്പം ഞാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയി. പോകാൻ തോന്നിയില്ല. അതായത് ഹിച്ച് ഹാക്കിംഗ് നൊമാഡ്, പിന്നെ അരുണിമ, ഇവർ 2 പേരും വന്നിറങ്ങി. ഫ്രൈഡ് റൈസ് ഉണ്ട്, ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ ഉണ്ട്. അതെന്തോ 150 രൂപ എന്തോ ആയിരുന്നു. വേറൊന്നും അവിടെ ഇല്ല, ഭക്ഷണമൊന്നും ഇല്ല. എനിക്കാണെങ്കിൽ വിശന്നിട്ട് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയില്ല. ഞാനപ്പോൾ ചുമ്മാ അവിടെ ഒരു 2 ചേട്ടന്മാരുടെ കമ്പനിയായിട്ട് 1-2 മാജിക് ചെയ്ത്. അപ്പോൾ ആള് കൂടി. അപ്പം ഞാനിങ്ങനെ യാത്ര ചെയ്യാന്നൊക്കെ പറയുക ചെയ്തു. പുള്ളിയോട് വല്ലതും കഴിച്ചു പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ഇവിടെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് കൊടുത്തു. ഞാനൊക്കെ പലരും ചോദിക്കാറുണ്ട് ഞാൻ പാഷൻ ഫോളോ ചെയ്യും. ഞാൻ പാഷനല്ല ഫോളോ ചെയ്യുന്നത്, ഫോളോയിങ് മൈ ഹാപ്പിനെസ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം അതാണ്. പക്ഷെ അതിൽ നിന്ന് വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്തോളുക, അതാണ് ശരിക്കുള്ള കാര്യം. എല്ലാവർക്കും ഫിഫ്ത്ത് എസ്റ്റേറ്റ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇൻസ്റ്റഗ്രാം സെൻസേഷനും അത്യാവശ്യം വൈറൽ വീഡിയോസും സ്റ്റേജ് ഷോസിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. മറ്റാരുമല്ല, PC കൃഷ്ണകുമാർ. അപ്പോൾ PC കൃഷ്ണകുമാർ, ഈ ലൈഫ് സീരീസിൻ്റെ ഈ സെക്ഷനിലേക്ക് സ്വാഗതം. താങ്ക് യു. സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ആരാണ് PC കൃഷ്ണകുമാർ? അങ്ങനെ കൊഴിപ്പിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും എൻ്റെ പേര് കൃഷ്ണകുമാർ PC എന്നാണ്. നമ്മൾ പ്രൊഫഷനകത്താണ് PC കൃഷ്ണ എന്ന് എൻ്റെ പേര് വരുന്നത്. എൻ്റെ സ്ഥലം ആലപ്പുഴയാണ്. ആലപ്പുഴ കുട്ടനാട് എടത്വയൊക്കെ അറിയായിരിക്കുമല്ലോ അല്ലേ? എടത്വ പള്ളിയൊക്കെ വളരെ ഫേമസ് ആണ്. എടത്വ പള്ളി, അതിനടുത്തൊരു പച്ച എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഞാനിപ്പോൾ കൊച്ചിയിലാണ്. ഇപ്പോൾ കൊച്ചിയിലേക്ക് മാറി. ഒരു 3 വർഷമായിട്ട് കൊച്ചിയിലേക്ക് എന്നെ തന്നെ ഞാൻ കംപ്ലീറ്റ്ലി പറിച്ചു നട്ടു. എനിക്ക് ജോബ് അവിടെ ആയിരുന്നു. ജോബും പിന്നെ ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവിടെ തന്നെ ആയിട്ട് ഇപ്പോൾ കൂടുകയാണ്. എന്താണ് ഈ മാജിക്കിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്? ശരിക്കും എവിടെയാണ്? ഈ എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലേ ചിലപ്പോൾ വിചാരിച്ചു കാണില്ല ഞാൻ ഒരു മജീഷ്യൻ ആവും എന്നുള്ളൊരു കാര്യം. പക്ഷേ എന്നാലും ഇതിൻ്റെ എല്ലാം ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എവിടെയാണ്? ലൈക്ക് ഞാനൊരു മജീഷ്യൻ ആയിരിക്കും, ഒരു പെർഫോമർ ആയിരിക്കും എന്നുള്ളതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് എവിടെയാണ്? ഞാനത് തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ അച്ഛൻ്റെ പേര് ചന്ദ്രൻ എന്നാണ്. അച്ഛൻ പോലീസായിരുന്നു, ചെന്നൈയിലായിരുന്നു, RPSFൽ SI ആയിട്ട് വർക്ക് ചെയ്യുന്ന അച്ഛൻ. അപ്പോൾ അച്ഛൻ്റെ ഒരു ഹോബി ആയിരുന്നു മാജിക്. അച്ഛൻ അവിടെ പെർഫോം ചെയ്തിട്ടുണ്ട്, സ്റ്റേജിൽ പെർഫോം ഒക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ലീവിന് വരുന്ന സമയത്ത് എന്നെ ഇങ്ങനെ കുഞ്ഞു മാജിക്കൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ എനിക്കെന്നൊരു 6 വയസ്സ് 7 വയസ്സുള്ള ടൈമിലൊക്കെയാണ്. എനിക്ക് ഭയങ്കര കൗതുകമാണിത്. അപ്പോൾ അങ്ങനെ അച്ഛനപ്പോൾ എന്നെ പഠിപ്പിച്ചു തന്നു. ഞാൻ 2nd സ്റ്റാൻഡേർഡിൽ പഠിച്ച സമയത്താണ്, സ്കൂളിൻ്റെ ആനിവേഴ്സറിയുടെ സമയത്താണ് എന്നോടൊരു പരിപാടി ചെയ്യാൻ വേണ്ടി എനിക്കൊരു പഠിപ്പിച്ചു തന്നു. ഒരു 6 മാജിക്കുകൾ എന്നെ പഠിപ്പിച്ചു തന്നു. എനിക്ക് അതിൻ്റെ ഒരു നല്ല രീതിയിൽ ട്രെയിനിങ് ഒക്കെ തന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് മാജിക് പെർഫോം ചെയ്യാൻ സ്റ്റേജിൽ കയറുന്നത്. എൻ്റെ അതായത് എനിക്ക് 7 വയസ്സുള്ള സമയത്താണ് ഞാൻ ആദ്യമായിട്ട് പെർഫോം ചെയ്യാൻ കയറുന്നത്. അച്ഛൻ്റെ കൈ പിടിച്ച് തന്നെ? അതെ, ഞാനും അച്ഛനും ഉണ്ടായിരുന്നു. സ്റ്റേജിൽ അച്ഛനായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ വേദിയിൽ നിന്ന് എൻ്റെ ആദ്യമായിട്ട് ചെയ്തൊരു ആക്ടാണ്. അതായത് ഒരു ക്യാൻഡിൽ ഇങ്ങനെ കത്തിച്ച്, ഇത് കർട്ടൻ ഇങ്ങനെ പോകുമ്പോൾ ഒരു ക്യാൻഡിൽ കത്തിച്ച് അതിലേക്ക് ഒരു ചെറിയൊരു പൈപ്പ് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ തുറക്കുമ്പോൾ ഒരു ഫ്ലവറായി മാറും. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ആക്ട് എന്ന് പറയുന്നത്. ഒരു മറക്കാൻ പറ്റില്ല ആ ഒരു ആക്ട്. അതായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ്. അച്ഛനിൽ നിന്നാണ് അങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ ഇങ്ങോട്ട് പഠിച്ചു വന്നപ്പം മറ്റു ഒരുപാട് ഗുരുക്കന്മാരും പല റിസോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ രീതിയിലാണ് ഇപ്പം പെർഫോം ചെയ്യുന്ന ആ ഒരു രീതിയിലേക്കാണ്. പക്ഷെ തുടക്കം അല്ലെ ഉറവിടം എന്ന് പറയുന്നത് അച്ഛനിൽ നിന്ന് തന്നെ ആയിരുന്നു തുടങ്ങിയത്. അതായത് കൊച്ചിയിലെ തിരക്ക് പിടിച്ച ഒരു ജോലി, അതായത് ഒരു കോർപ്പറേറ്റ് ജോലിയിൽ നിന്നും ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്, കാരണം പഠിച്ച സബ്ജക്റ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പം ചെയ്യുന്നത് ഇതാണ്, പാഷനുമായിട്ടും ഒരു ബന്ധമില്ല. അപ്പം എപ്പോഴാണ് തോന്നിയത് എനിക്ക് ജോലിയല്ല എൻ്റെ പാഷനാണ് പ്രധാനം എന്ന് തോന്നിയത് എപ്പോഴാണ്? അത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു പോയിന്റിൽ ഒരു കിക്ക് ഉണ്ടാകാറുണ്ട്. എല്ലാവർക്കും ഉണ്ടാകുന്നൊരു കാര്യമുള്ളൂ, ഒരു കിക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പലരും ചോദിക്കാറുണ്ട് ഞാൻ പാഷൻ ഫോളോ ചെയ്യും. ഞാൻ പാഷനല്ല ഫോളോ ചെയ്യുന്നത്, ഫോളോയിങ് മൈ ഹാപ്പിനെസ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം അതാണ്. പക്ഷെ അതിൽ നിന്ന് വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്തോളുക, അതാണ് ശരിക്കുള്ള കാര്യം. ഞാനതാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ജോബിൻ്റെ കൂടെ ആണെങ്കിലും അപ്പം ഞാൻ മെഡിക്കൽ റെപ്പ് ജോബ് ചൂസ് ചെയ്തെടുത്തതിൻ്റെ കാര്യം വെച്ചാൽ എനിക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഒക്കെ പഠിക്കണം താല്പര്യം ഉണ്ടായിരുന്നു. കാരണം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്കൊന്ന് കൂട്ടിയെടുക്കണം.
നമുക്ക് ഷോസിലേക്ക് എനിക്ക് ഇറങ്ങി തിരിക്കണമെങ്കിൽ നല്ല ഇൻട്രാക്റ്റീവായിട്ട് തന്നെ എനിക്ക് ഷോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ നല്ല ഇൻട്രാക്റ്റീവ് ആകണമെങ്കിൽ അങ്ങനത്തെ ഒരു ജോബൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കാം. സെയിൽസിലേക്കൊക്കെ പോകുമ്പം നമുക്കറിയാലോ, ഒരു സെയിൽസിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വെച്ചാൽ നമ്മൾ നമ്മുടെ ഒരു സ്പീക്കിംഗ് സ്കിൽസ് നല്ല ഒരു വളരെ ക്വാളിറ്റിയിലാക്കി എടുക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കും. അപ്പം അതെനിക്ക് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ശരിക്കും ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലൊക്കെ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പം അങ്ങനെ ഞാനത് ചൂസ് ചെയ്തെടുത്തു. കുറച്ച് നാൾ അവിടെ വർക്ക് ചെയ്തു. ആ കൂട്ടത്തിൽ തന്നെ ഷോസുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു എന്നാലും കുറവായിരുന്നു, ഒത്തിരി ഷോസുകളില്ല, ഇടയ്ക്കൊക്കെ ഷോസുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ എനിക്ക് കിട്ടുന്നൊരു ഇൻകം വൈസ് ആണെങ്കിലും എനിക്ക് ആ ഷോസിൽ നിന്നും കുറച്ചുകൂടി ഇൻകം കിട്ടുന്നുണ്ട് ജോബ് വെച്ച് നോക്കുമ്പോൾ. പിന്നെ അവിടെ ഒരു ഹാപ്പിനെസ് വേറേതാണ്. പിന്നെ അവിടെ ഒരു അതിനെടുക്കുന്ന ഒരു എഫേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എഫേർട്ടിൽ എനിക്കൊരു ക്ഷീണം ഇല്ല, ഒരു തളർച്ചയില്ല, ഇവിടെ എനിക്ക് ഉറക്കം വരത്തില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ ജോബിൽ അങ്ങനെയല്ലല്ലോ ഉണ്ടാകുന്നത്. അതുപോലെ ആയിരുന്നു. അപ്പം ഒരു ടൈമിൽ എനിക്ക് മനസ്സിലായി എനിക്ക് ഇതാണ് എൻ്റെ ഞാൻ ഒരു പക്ഷേ അതായത് നമുക്കൊരു പർപ്പസ് എന്ന് കാണുമല്ലോ, മേ ബി ഇതായിരിക്കാം എൻ്റെ പർപ്പസ്, എനിക്ക് ആയിരിക്കാം എന്ന് എനിക്കൊരു തോന്നൽ വരുന്നു. എനിക്ക് തോന്നുന്നു ഈ സെയിൽസിൽ ഈ മാജിക് ഭയങ്കരമായിട്ട് തീർച്ചയായിട്ടും ഉപയോഗമായിട്ട് ഒരുപാട് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ഒരു ഇൻസിഡന്റ് പറയാലോ. അതായത് നോർമലി ഇപ്പം ഞാൻ വർക്ക് ചെയ്ത ടൈമിൽ മെഡിക്കൽ റെപ്പായിട്ട് കയറിയ സമയത്ത് ഇപ്പം ആ ടൈമിൽ ആ ഒരു ഇൻഡസ്ട്രിയിൽ ഞങ്ങളുടെ നമുക്ക് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, കമ്പനിയുണ്ട്. അപ്പം അവരൊക്കെ 3-4 വർഷമായിട്ടൊക്കെ ആ ഒരു ഫീൽഡിൽ തന്നെ ഉണ്ട്. ആ മാർക്കറ്റിൽ അവർ ഒത്തിരി എഫേർട്ട് ഇട്ടാണ് അവർ ശരിക്കും ആ ഒരു കസ്റ്റമേഴ്സുമായിട്ടൊന്നൊരു ഒരു ഗ്രിപ്പ് ഉണ്ടാക്കി എടുത്തത്. പക്ഷെ എനിക്കത് നിസ്സാര സമയങ്ങൾ കൊണ്ട് എടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതുമൂലം മറ്റ് കമ്പനിക്കാർക്ക് എന്നോട് ദേഷ്യം ഉണ്ടായിരുന്നു. അവർ കഷ്ടപ്പെട്ട് പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്നു. ഇപ്പം നമുക്ക് പ്രോഡക്റ്റിലെ മോളിക്യൂൾസ്, മോക്സിഫ്ലോക്സാസിൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിക്കപ്പോഴും മാജിക് ഒക്കെയാണ് തീർച്ചയായും. അത് പുറത്താർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യമുള്ള കാര്യം. ഇപ്പൊ പുറത്തായി. ഞാൻ അവരുമായിട്ട് പതിയെ കമ്പനിയൊക്കെ ആയി, പതിയെ 1-2 മാജിക് ഒക്കെ ചെയ്ത് ഒരു സോപ്പിട്ട് അവർക്ക് ഭയങ്കര രസമാണ്. അപ്പം അവര് കാത്തിരിക്കും. ശരിക്കും പറഞ്ഞ് നമുക്കൊരു ചില ഡോക്ടേഴ്സിന് ആഴ്ചയിൽ ഒരിക്കലും ഒരു വിസിറ്റ് കൊടുത്താൽ മതി. പക്ഷെ അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും കേട്ടോ. വന്നു കഴിഞ്ഞാൽ 2 മാജിക് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുക. പക്ഷെ എനിക്ക് ഓട്ടോമാറ്റിക്കലി സെയിൽസ് കിട്ടുന്നുണ്ടായിരുന്നു. നമുക്കതാണ് സത്യമായിട്ടുള്ള കാര്യം. അങ്ങനൊരു അഡ്വാൻറ്റേജ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് പതിയെ പിന്നെ ലീക്ക് ആകാൻ തുടങ്ങി. ഇവൻ അവിടെ ചെന്ന് പ്രൊമോട്ട് ഒന്നും ചെയ്യുന്നില്ല, മാജിക്കാണ് എൻ്റെ പരിപാടി. കാരണം എൻ്റെ മാനേജർ ഉൾപ്പെടെ ക്യാബിനിൽ കയറുന്ന സമയത്ത് ഡോക്ടർ മാനേജറുമായിട്ട് സംസാരിക്കും, എൻ്റെ കാര്യം പറയും, മാജിക് കാണിക്കുന്ന കാര്യം. അപ്പം മാനേജർ എൻ്റെ ഒരു നോട്ടം നോക്കും, കൃഷ്ണ. അങ്ങനെ കുറച്ച് രസകരമായിട്ടുള്ള അനുഭവം ഉണ്ടായിരുന്നു. അതായത് ജീവിതത്തിൽ ഒരു ദിവസം തീരുമാനിക്കുകയാണ്, അതായത് എൻ്റെ ജീവിതത്തിൻ്റെ മറ്റ് സുഖങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഞാനൊരു യാത്ര പുറപ്പെടുക പോവുകയാണെന്നുള്ളത്. അതായത് എനിക്ക് തോന്നുന്നു പല ആൾക്കാരും യാത്രകൾ തുടങ്ങി ഈ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് തുടങ്ങുന്നതിന് മുമ്പേ ആരും അറിയാതെ എനിക്ക് തോന്നുന്നു യാത്ര ചെയ്തൊരു വ്യക്തിയാണ് കൃഷ്ണകുമാർ എന്ന് പറയുന്നത്. ഞാനത് അതിൻ്റെ തുടക്കം മുതലേ കൂടെ ഉണ്ടായിരുന്നൊരു അതിൻ്റെ എല്ലാ പ്രോസസ്സും അറിഞ്ഞ ഒരാളായതുകൊണ്ട് എനിക്കത് മനസ്സിലാവും. കാരണം ഒരു ദിവസം തീരുമാനിക്കുകയാണ്, ഓക്കെ ഞാൻ എൻ്റെ നിലവിൽ എനിക്കൊന്നും അന്ന് ജോലി ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അന്ന് ആ ജോലി ഞാൻ രാജിവെക്കുന്നു, ഞാൻ യാത്രയ്ക്ക് പുറപ്പെടുകയാണെന്നുള്ളൊരു അതെന്തായിരുന്നു, അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ് വന്നത്? ഞാൻ ഈ യാത്രയ്ക്ക് വേണ്ടി കുറച്ച് കാലം മാറ്റി വെക്കുകയാണെന്നുള്ളത്. അതിൻ്റെ സ്റ്റാർട്ടിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതൽ യാത്ര ചെയ്യുമായിരുന്നു. എന്നുവെച്ചാൽ അച്ഛൻ RPSF-ലായതുകൊണ്ട് അച്ഛൻ ഡ്യൂട്ടി ആയിട്ട് പലയിടങ്ങളിൽ ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിൽ അച്ഛൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ വരുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഇന്നടത്ത് വർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യും. അതെന്നെ ഒരു തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തു. കാരണം ഞാൻ തന്നെ ഇമാജിൻ ചെയ്യും ചില സ്ഥലങ്ങൾ. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമ്മൾ സഞ്ചാരം എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരുന്നു, ഇത് കാണാറുണ്ടായിരുന്നു. അപ്പം അത് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു സഞ്ചാരം. എല്ലാവർക്കും അതെ, ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഇതൊക്കെ യാത്രയോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. ഞാൻ ശരിക്കും യാത്ര തുടങ്ങിയതൊരു +1 തൊട്ടൊക്കെയാണ്. +1 വെച്ചായിരുന്നു എൻ്റെ അച്ഛന് മരണപ്പെട്ടതായിരുന്നു, +1 വെച്ചായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിരുന്നു. എനിക്ക് ഈ ക്ലോസപ്പ് മാജിക്കിലുണ്ട്. ഞാനന്ന് സ്റ്റേജിൽ പെർഫോം ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ ക്ലോസപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ, അതായത് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന പോലെയല്ല, ക്ലോസപ്പ് അടുത്ത് നമ്മൾ പെർഫോം ചെയ്യുന്ന കുറച്ച് പാടുള്ള കാര്യം. അപ്പോൾ അത് ഞാൻ ഓരോ മാജിക്കൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പഠിക്കുകയൊക്കെ ചെയ്ത് നാട്ടിലുള്ളടത്ത് പെർഫോം ചെയ്യുമ്പം അവർക്കൊക്കെ ഒരു പുച്ഛം ഉണ്ടായിരുന്നു, പറ്റിക്കലാണ്, കളിയാക്കലാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ശരിക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അന്നേരം. അപ്പോൾ ആ ടൈമിൽ ഞാൻ നമ്മുടെ തകഴി എന്നൊരു 9:45 ട്രെയിൻ ഉണ്ട്, കായംകുളം എക്സ്പ്രസ്, എറണാകുളം എക്സ്പ്രസ്, കായംകുളത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ ഒരു ശനിയാഴ്ച ഞായറാഴ്ച ദിവസമാണ് ഞാൻ കൂട്ടുകാരുടെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ പോകും. ചില കാർഡ്സും റിങ്, റബ്ബർ ബാൻഡ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, മാജിക് ചെയ്യാൻ, ഇങ്ങനത്തെ സാധനങ്ങളായിട്ട് പോകും. എന്നിട്ട് അവിടെ നിന്ന് ട്രെയിൻ കയറി എറണാകുളത്ത് പോകും. ഈ സമയത്ത് ഞാൻ ആ ട്രെയിനിൽ ചിലരെടുത്ത് മാജിക്കൊക്കെ ചെയ്യും, അവരുമായിട്ട് അങ്ങനെ കണക്റ്റഡ് ആവും. തിരിച്ച് അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവിടെയൊക്കെ മാജിക് ചെയ്യും, പുറത്ത് ഭക്ഷണം കഴിക്കും. അങ്ങനെ ചുമ്മാ റാൻഡം ആണല്ലോ, പ്രശ്നമൊന്നുമില്ല, ചീറ്റി പോയാലും ഒരു കുഴപ്പമില്ല, നാട്ടിലല്ലേ പ്രശ്നമുള്ളത്.
തിരിച്ച് അതേപോലെ ആ ട്രെയിനിൽ തന്നെ തിരിച്ചു വരികയും ചെയ്യും. പക്ഷെ വീട്ടിൽ പറഞ്ഞ ഞാൻ കൂട്ടുകാരുടെ വീട്ടിൽ പോകുന്നേ പറയത്തുള്ളായിരുന്നു. അങ്ങനെ അപ്പൊ അങ്ങനെ അല്ല ചെയ്യുമ്പോൾ അത് ഇപ്പൊ അറിയോ അങ്ങനെ പോയിരുന്നു? ഞാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അത് ഇനി ഇവിടുത്തെ റിവ്യൂ വീഡിയോ അല്ലാതെ. അല്ല പിന്നീട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ യാത്ര അവർ ചെയ്തപ്പം യാത്രയും പിന്നെ അതിനകത്ത് പരിചയപ്പെടുന്ന കുറെ ആൾക്കാർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു രസമായിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്തായിരുന്നു ഞാൻ ഒരു കാര്യം എനിക്ക് തോന്നി, എനിക്ക് ഫുള്ള് ഓൾ ഇന്ത്യ ഫുൾ യാത്ര ചെയ്യണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതിന് മുമ്പായിട്ട് എനിക്ക് മെയിനായിട്ട് കശ്മീർ പോകാനുള്ളതിൻ്റെ ഒരു കാരണമുണ്ട്, അത് പറയാം. അത് ഞാൻ 8th പഠിച്ച സമയത്തായിരുന്നു. അച്ഛൻ ശ്രീനഗറാണ് വർക്ക് ചെയ്തത്. അപ്പം അച്ഛൻ ആ ടൈമിൽ ഒരു പെട്ടി ആപ്പിള് വീട്ടിലേക്ക് അയച്ചു തന്നു. അപ്പം ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഞാൻ നോക്കും വീട്ടിൽ ഒരു പെട്ടി ആപ്പിളൊക്കെ ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം. അമ്മ പറഞ്ഞു പപ്പ അവിടെ നിന്ന് അയച്ചു തന്നെയാന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ഇമാജിൻ ചെയ്യുന്നുണ്ട് പപ്പ അവിടെ നിന്ന് ആപ്പിൾ മരത്തിൽ നിന്ന് പറിച്ച് എന്നൊക്കെ ചെയ്യുക. അപ്പം അന്ന് ഞാൻ ആപ്പിൾ കഴിച്ചപ്പം നോർമലി നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്നതൊക്കെ വേറെ ടേസ്റ്റ്, ഒരു ഫ്രഷ്നസ് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഒരു ദിവസം ഞാൻ കശ്മീർ പോയിട്ട് അവിടുത്തെ മരത്തിൽ നിന്ന് ആപ്പിൾ പറിച്ച് കഴിക്കുമെന്ന് പറഞ്ഞു. ഈ തോട്ട് എൻ്റെ തലയിൽ കിടക്കുന്നു. പിന്നെ ഞാൻ ഈ കശ്മീർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അവിടെ പോയി ഞാൻ ഇങ്ങനെ ആപ്പിൾ മരത്തിൽ നിന്ന് പറിച്ച് കഴിക്കുന്നു, ഇത് ഞാൻ ഇമാജിൻ ചെയ്യുന്നു, ഇത് തന്നെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കും. ഇത് വന്നു. പിന്നെ ഈ യാത്രകൾ ചെയ്യുന്ന ക്രമേണ ഇങ്ങനെ ഓൾ ഇന്ത്യ എനിക്ക് യാത്ര ചെയ്യണമെന്നൊരു താല്പര്യമായി. അങ്ങനെ വന്നപ്പം ടെഡക്സിൽ ഞാനൊരു ടോക്ക് ഉണ്ട്. ടോം സ്ലേവ് പെർക്കോ എന്ന് പറയുന്ന ഒരു ട്രാവലറാണ്. ആള് സ്റ്റോക്ക് ബ്രോക്കർ ആയിരുന്നു. അപ്പോൾ ആള് അതെല്ലാം വിട്ടിട്ട് 5 വർഷം കൊണ്ട് 5 കോണ്ടിനെന്റിൽ യാത്ര ചെയ്ത് വിത്ത് ഓൾമോസ്റ്റ് നോ മണി. ഈ ഒരു ടോക്ക് ഞാൻ കണ്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് കിളി പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പിന്നെ ചിന്തിക്കാൻ തുടങ്ങി. 3 കാര്യങ്ങളായി. എനിക്ക് ആപ്പിൾ പറിക്കാൻ പോകണം, 1. സെക്കൻഡ് 1 എനിക്ക് ഓൾ ഇന്ത്യ യാത്ര ചെയ്യണം, പിന്നെ ഇതിനകത്ത് പൈസ ഇല്ലാതെ യാത്ര ചെയ്യാം. അപ്പോൾ ഈ 3 കൺസെപ്റ്റും കൂടെ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് യാത്ര ചെയ്യണം. അപ്പോൾ പൈസ ഇല്ലാതെ യാത്ര ചെയ്യുക, കശ്മീർ പോയിട്ട് ആപ്പിൾ പറിച്ച് കഴിക്കണം, ഇന്ത്യയിലെ കുറേ സ്റ്റേറ്റുകൾ യാത്ര ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ തോട്ട് തലയിൽ വരാൻ തുടങ്ങി. കുറേ നാളുകളായിട്ട് ഇതിങ്ങനെ കിടക്കുക. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ പേടിയാണ്. ആ ഒരു സ്റ്റെപ്പ് എടുക്കാൻ എനിക്ക് ഭയങ്കര പേടിയായി. അപ്പോൾ എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും, പൈസ ഇല്ലാതെ എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് അവിടെ ഒരു ഹരിനാരായണൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു നമ്മുടെ കോളേജിൽ. അപ്പോൾ SB കോളേജിൽ. അപ്പം ഞാൻ അതിന് പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ ആൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്തിട്ടുള്ള ആണ്. ഞാൻ ആളുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ആളോട്ടൊരു ആശയം ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇടയ്ക്ക് കുറച്ച് നാളൊക്കെ ഇന്നടത്ത് ഇങ്ങനെ എക്സിബിഷനൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ നമ്മൾ പൈസ, അതായത് ആ സമയത്ത് ആൾ ചെയ്തിരുന്നൊരു കാര്യമാണ്, ഇടയ്ക്ക് വെച്ച് ആളിങ്ങനെ കാരിക്കേച്ചർ വരയ്ക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ വരച്ച് അതിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക് അതായത് സർവേ ചെയ്യുന്നൊക്കെ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ശരിയാ, എൻ്റെ ഒരു കലയുണ്ടല്ലോ മാജിക്ക്, എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ പറ്റിക്കൂടാ എന്നൊരു ചിന്തയായി. അങ്ങനെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, മാജിക്കിലൂടെ എനിക്ക് സ്ട്രീറ്റിൽ എന്തെങ്കിലുമൊക്കെ മാജിക് ചെയ്ത് അതിൽ നിന്ന് ഇൻകം കണ്ടെത്തി യാത്ര ചെയ്യാം. പിന്നെ ആ തോട്ട് ഇങ്ങനെ മനസ്സിൽ വന്ന് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പ്ലാനായിട്ട് നിൽക്കും. ഒരു ടൈം കണ്ടെത്തണമല്ലോ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു കൊറോണ ആ ഒരു ടൈമിൽ ഒരു ജോബ് ഉണ്ടായിരുന്നു എനിക്ക്. ആ ജോബെല്ലാം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജോബ് വിട്ടിട്ട് പതിയെ വീട്ടിൽ പറഞ്ഞില്ല. വീട്ടിൽ നേരെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല. ആ സമയത്താണ് വണ്ടി എടുക്കുന്നത്? അല്ലല്ല, വണ്ടി എടുക്കുന്നതെല്ലാം കഴിഞ്ഞായിരുന്നു. അപ്പം വീട്ടുകാർ സമ്മതിക്കാൻ പോകുന്നില്ല, ഉറപ്പാണ്. അപ്പം കൺവിൻസ് ചെയ്യണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഞാൻ കുറച്ച് പൈസയൊക്കെ ആയിട്ട് നേരെ ഡെക്കാത്ലോണിൽ പോയി ടെൻറ്റ്, ബാഗ്, യാത്ര ചെയ്യുമ്പോഴുള്ള ഡ്രസ്സ്, ബൂട്ട്സ് കാര്യങ്ങളെല്ലാം ഞാൻ മേടിക്കുകയൊക്കെ ചെയ്ത്. ഇത് മേടിച്ചതിന് ശേഷം വീട്ടിൽ കൊണ്ടു അമ്മ എന്താണ് ഇതൊക്കെ? ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ ഒരു യാത്ര ചെയ്യാൻ പോകും. ഇനി അമ്മ തടസ്സം പറയത്തില്ല, ഇനി അമ്മ തടസ്സം പറയത്തില്ല. ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ഇതെല്ലാം മേടിച്ചേണമ്മേ എന്ന രീതിയിൽ. അങ്ങനെ ഒരു ദിവസം അമ്മേനെ ഒന്ന് കൺവിൻസ് ചെയ്തെടുത്തു. അപ്പം അമ്മയും ഏട്ടന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ആദ്യം സപ്പോർട്ട് ആരും സപ്പോർട്ടല്ല ഒരു മീറ്റിംഗ് ആയിരുന്നു. നൈറ്റ് ഒരു 2-3 മണിക്കൂർ ഞങ്ങളിരുന്ന് സംസാരം കാര്യങ്ങളൊക്കെ ആയിട്ട് അവസാനം പിന്നെ അവർ ഓക്കെ ഒക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സമാധാനമായി. ശേഷം ഓക്കെ പൊക്കോളാൻ പറയുകയൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഞാൻ ശരിക്കും ട്രാവൽ ചെയ്തത്. അപ്പം ഞാൻ ട്രാവൽ ചെയ്യാൻ നേരത്ത് ഞാൻ പൈസ ഇല്ലാതാണ് യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു അമ്മയോട്. അപ്പം അവർക്കൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്, ഇത് അങ്ങനെ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ? കാരണം അവർക്ക് മാതാപിതാക്കൾക്ക് പേടിയുണ്ടല്ലോ, നമ്മൾ പട്ടണമായിട്ട് കിടക്കും, റിസ്ക് ആണ്, അത്ര ദൂരം പോകണ്ടല്ലോ, അങ്ങനെ കാര്യങ്ങൾ. അപ്പം ഞാൻ നേരത്തെ ട്രാവൽ ചെയ്യാത്ത സ്ഥലങ്ങളാണ്, അതെ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളാണ്. അപ്പം പോസിബിൾ ആണോ എന്നുള്ള രീതിയിലാണ് അവർക്ക് വരുന്നത്, ഈ മാജിക് കൊണ്ടൊക്കെ പറ്റുമോ എന്നൊക്കെ. ഞാൻ പറഞ്ഞ ഇത് പോസിബിൾ ആണ്, അങ്ങനെ പറ്റുന്നതാണ്. ഞാൻ എന്നിട്ട് വെറുതെ ഒത്തിരി കള്ളമൊക്കെ പറഞ്ഞ മേഡം, ഇന്നയാൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ വെറുതെ പറഞ്ഞു. എന്നാലും പറ്റില്ല, അല്ല വേറെ വഴിയില്ല. അങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ പോകുന്നത്. ഞാൻ എല്ലാ കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഇറങ്ങാൻ വേണ്ടിയുള്ള സമയത്ത് അമ്മ എനിക്ക് പൈസ തരാൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്തൊരു 1000-1500 രൂപ 2000 രൂപ എന്തോ ഉണ്ടായിരുന്നു നമ്മൾ കൊണ്ടുവന്നത്. ഞാൻ അതിൽ നിന്ന് ഒരു 100 രൂപയുടെ നോട്ട് മാത്രം എടുത്തു. ഞാൻ എടുത്തിട്ട് പറഞ്ഞപ്പോൾ എനിക്കിത് മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അമ്മയുടെ 100 രൂപ നോട്ട് മാത്രം മേടിച്ചുകൊണ്ടാണ് ഞാൻ യാത്ര ചെയ്തത്. പക്ഷേ ഞാനത് ചിലവാക്കിയില്ല കേട്ടോ. ശരിക്കും ഞാൻ തിരിച്ചു വന്നപ്പോൾ ആ പൈസ അമ്മയുടെ കൊടുക്കുകയും ചെയ്തായിരുന്നു. എവിടെ നിന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്? എവിടെ നിന്നാണ്?
വീട്ടിൽ നിന്ന് അല്ല, ചില ആൾക്കാർ കന്യാകുമാരി സ്റ്റാർട്ട് ഇല്ല, ഞാൻ വീട്ടിൽ നിന്നാണ് ഇറങ്ങിയത്. ആലപ്പുഴയിൽ നിന്ന് തന്നെ. അതെ, ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. അങ്ങനെയാണ് നമ്മൾ കിട്ടുന്ന വണ്ടികൾക്ക് ലിഫ്റ്റ് അടിച്ചൊക്കെ പോവുക, വണ്ടി കിട്ടിയില്ലേ നടക്കുക. എന്തായാലും ലക്ഷ്യം നമുക്ക് കാശ്മീരത്ത്. ആദ്യത്തെ സ്ഥലം ഏതായിരുന്നു? ഫസ്റ്റ് കണ്ട സ്ഥലം ഏതായിരുന്നു? ഞാൻ ആദ്യം സ്റ്റേ ചെയ്തതാണോ ഉദ്ദേശിച്ചത്? എറണാകുളത്താണ് സ്റ്റേ ചെയ്തത്. ഞാൻ ഫസ്റ്റ് സ്റ്റേ ചെയ്തത് അങ്കമാലിയിലായിരുന്നു. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നാട്ടിലുള്ളൊരു സുഹൃത്താണ്. ആളും വൈഫും അവരിവിടെ അങ്കമാലിയിലാണ് താമസിക്കുന്നത്. അപ്പം ജോബ് പരമായിട്ട് അവിടെയാണ് താമസിക്കുന്നത്, ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കുക. അപ്പം ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന പറഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ച്, എടാ നീ ഇവിടെ വരുമ്പോൾ അവിടെ തങ്ങണമെന്ന് പറഞ്ഞു. അപ്പം അവിടെ പോയി അങ്കമാലി വെച്ച് എൻ്റെ വേറൊരു സുഹൃത്തിനെ കാണാൻ പറ്റി, കോളേജിൽ പഠിച്ച ആൻസൺ എന്ന് പറയുന്ന സുഹൃത്തിനെ കാണാൻ പറ്റി. ആളുമായിട്ട് ഇച്ചിരിയേറെ സംസാരിക്കുകയൊക്കെ ചെയ്ത് അതിനുശേഷം ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ സൂരജ് എന്ന് പറയുന്ന സുഹൃത്താണ്, ആളുടെ വീട്ടിൽ പോയി അവിടെ നൈറ്റ് അവിടെ തങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെയാണ് പിന്നെ കിട്ടുന്ന വണ്ടിക്ക് അങ്ങ് ലിഫ്റ്റ് അടിച്ചങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ യാത്രയുടെ തുടക്കത്തിൽ തോന്നിയിട്ടുണ്ടോ ഇത്, അതായത് ഈ പോകുന്ന വഴിക്ക് ചിലപ്പോൾ എനിക്ക് ലിഫ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒരുപാട് ദൂരം നടക്കേണ്ടി വരുമോ, എൻ്റെ കാല് വേദനിക്കുമോ, എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ, അങ്ങനത്തെ തോട്ടൊക്കെ നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തുടക്ക സമയങ്ങളിൽ എനിക്കില്ലായിരുന്നു. ചില സ്ഥലങ്ങളിൽ ഇപ്പം കർണാടകയിലൊക്കെ ഉള്ള ചില സ്ഥലങ്ങളിലൊക്കെ വെച്ച് വണ്ടി ഒന്നും കിട്ടാത്ത അവസ്ഥകളുണ്ടായിരുന്നു എനിക്ക്. ആ ഒരു ടൈമിലൊക്കെ നമ്മൾ ഓൾറെഡി ബാഗ് എന്ന് വെച്ചാൽ ഒരു 10-12 കിലോ ബാഗ് വരും. ഈ ടെൻറ്റും കുറേ സാധനങ്ങളുണ്ട് ബാഗിനകത്ത്. ഇപ്പോൾ എൻ്റെ ചില ഫുഡൊക്കെ ഉണ്ട്, ഇപ്പം ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഞാൻ കരുതുമായിരുന്നു. അല്ലാതെ ഇപ്പോൾ ചില ഫ്രൂട്ട്സുകളൊക്കെ മേടിച്ചൊക്കെ ചെയ്യും. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ പോവുകയൊക്കെ ചെയ്യുന്നത്. ഇതുമായിട്ടൊക്കെ നമ്മളിങ്ങനെ കുറേ ദൂരം പോയി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ലിഫ്റ്റ് അടിക്കും, നടക്കുന്നത് ഞാൻ വരച്ച് യോ നടന്ന മനുഷ്യൻ്റെ പണി തീരുമല്ലോ എന്ന് കരുതി. പക്ഷേ തിരിച്ച് വരണമെന്ന് പറയുന്നൊരു തോന്നൽ വന്നിട്ടില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. മുന്നോട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പോകണം എന്നായി. തളരുവാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഇരിക്കുക, കുറച്ച് നേരം നോക്കിയതിന് ശേഷം വീണ്ടും നടക്കുക. എനിക്ക് തോന്നുന്നു അന്ന് നീ പറഞ്ഞത് വെച്ചിട്ട് കാസർഗോഡായിരിക്കും നിൻ്റെ യാത്രയുടെ ട്രെയിനിങ് പോയിന്റ് എന്ന് പറഞ്ഞത്. കാരണം അവിടെ ചെന്നപ്പോൾ നിനക്ക് ഈ യാത്ര ഞാൻ ഉറപ്പായിട്ടും കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളൊരു ഇൻസിഡൻറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും കാസർഗോഡിന് മുമ്പ് വെച്ച് എനിക്കൊരു വണ്ടി കിട്ടിയിരുന്നു. അപ്പം ഞാൻ ലിഫ്റ്റ് അടിച്ച ആ വണ്ടി ശരിക്കും കറക്റ്റ് കാശ്മീരിലേക്കായിരുന്നു പോകുന്നത്. കാരണം ആപ്പിൾ എടുക്കാൻ വേണ്ടി പോകുന്ന വണ്ടിയായിരുന്നു. എനിക്ക് ഈസി ആയിട്ട് പോയിട്ട് വരായിരുന്നു എനിക്ക്. പക്ഷേ ഞാനങ്ങനെ പോയില്ല. ഞാൻ കാശ്മീരിൽ നിന്ന് ഞാൻ അവിടുന്ന് കാസർഗോഡ് ബേക്കലിൻ്റെ അവിടെ ആയപ്പം ഞാൻ അവിടുന്ന് ചാടി ഇറങ്ങി. ശരിയാവില്ല, കാരണം അത് ഭയങ്കര ഈസി ആയിപ്പോലെ എൻ്റെ ട്രാവലിങ്. അവരുമായിട്ട് കമ്പനി അടിച്ചിരുന്നാൽ മതി, നേരെ സുഖമായിട്ട് അവിടെ പോകുന്നു. അവരെന്തായാലും ആപ്പിൾ എടുക്കാൻ വേണ്ടി പോകുന്നതാണ്, നമ്മൾ ആപ്പിൾ എടുത്ത് തിരിച്ചു വരുന്നു. അതിനകത്ത് എനിക്ക് വലിയ സുഖം തോന്നില്ല. യാത്രയാകുമ്പോൾ നമുക്ക് ആ ഒരു ശരിക്കും അതൊരു എക്സ്പീരിയൻസ് ചെയ്യണം, അതാണല്ലോ ആവശ്യം നമുക്ക്. അപ്പം ബേക്കലായപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി നൈസായിട്ട്. ബേക്കലിൽ ഞാൻ ഇറങ്ങി. ബേക്കൽ അന്ന് അടച്ചിട്ടിരിക്കുമായിരുന്നു ആ ദിവസം. പക്ഷേ അവിടെ വെച്ച് കുറച്ച് പേരുമായിട്ട് ഞാൻ പരിചയപ്പെട്ടു. അവിടെ താമസിക്കുന്ന കുറച്ച് പേരുമായിട്ട് പരിചയപ്പെട്ടു. കുറച്ച് പിള്ളേരാണ്, അവരുമായിട്ട് ഭയങ്കര സൗഹൃദമായി. അപ്പം ഞാൻ അവരുടെ അടുത്തൊക്കെ 2 മാജിക്കൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. പിള്ളേർക്ക് ഭയങ്കര എന്താ പറയുക, ഒരു കൗതുകമായി. ഞാനിങ്ങനെ യാത്രയൊക്കെ ചെയ്തുകൊണ്ട് അവരെന്നെ വിളിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ പോയി. അവരുടെ വീട്ടിൽ താമസിക്കുമായിരുന്നു. അവരോടെ മീൻ പിടിക്കാനൊക്കെ പോവുകയൊക്കെ ചെയ്തു. 3 ദിവസം ഞാൻ അവരോട് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് എനിക്ക് കടലിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് ഞാൻ ഇവരോടെ കടലിലൊക്കെ പോവുകയൊക്കെ ചെയ്തു, മീൻ പിടിക്കാനൊക്കെ ആയിട്ട്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞത്. അപ്പോഴാണ് എനിക്ക് അതായത് എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളൊരു ഭ്രാന്തുണ്ടല്ലോ. കാരണം ഒട്ടും പരിചയമില്ലാത്ത മനുഷ്യർ നമ്മളെ സ്നേഹിച്ച് നമുക്ക് അഭയം തരിക എന്ന് പറയുന്നൊരു സംഭവം. തീർച്ചയായിട്ടും ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നവരാ. അവരുടെ വീട്ടിൽ കിടന്നുറങ്ങുക, അവർ ഭക്ഷണം തരുന്നു, നമ്മൾ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യണം. ആ ടൈമിൽ 3 ദിവസം അവരുമായിട്ട് ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്യുന്നു. കടലിൽ മീൻ പിടിക്കാൻ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ശരിക്കും ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയ ആ എക്സ്പീരിയൻസ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പിന്നെ ശരിക്കും സ്ഥലങ്ങൾക്കപ്പുറത്ത് മനുഷ്യനുണ്ടല്ലോ, ശരിക്കും അത് വേറെ രസമാണ്. എനിക്ക് ടൂറിസ്റ്റ് പ്ലേസിന് ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ബേക്കൽ ഫോർട്ട് പിറ്റേ ദിവസം ഓപ്പൺ ആയിരുന്നു, ഞാൻ കാണാൻ വേണ്ടി പോയില്ല എന്നുള്ളതാണ് സത്യമുള്ള കാര്യം. പക്ഷേ കാരണം അതിനപ്പുറത്ത് എനിക്ക് ലഹരിയായിരുന്നു. എനിക്ക് ഇവരുമായിട്ട് നിൽക്കുന്നത്, അവരുടെ ആ ഒരു ജീവിത രീതിയും കടലിൽ പോകുന്നത്, ഇതൊക്കെ കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ലൈഫ് ടൈം എക്സ്പീരിയൻസ്. സീരിയസ്ലി അതാണ് എനിക്ക്. അത് മറ്റൊരു കൾച്ചറാണ്, അവരുടെ ജീവിത ശൈലി എന്ന് പറയുന്നത്. അതെ അതെ, നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന പോലത്തെ ഓഫീസിൽ പോകുന്നു വരുന്നു അങ്ങനല്ല. അതെ അതെ, അവര് ഭയങ്കര റിസ്ക് ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ്. അതെ അതെ. അപ്പൊ അങ്ങനെ അവിടെ അവർ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കോസ്റ്റൽ ഏരിയ കൂടെ യാത്ര ചെയ്യണം താല്പര്യം. അവിടെ നിന്ന് പല പല കോസ്റ്റൽ ഏരിയകളിൽ ഞാൻ തങ്ങിയിട്ട്, രത്നഗിരിയിൽ തങ്ങിയായിരുന്നു, കർണാടകയിൽ വെച്ച് ഞാൻ തങ്ങിയായിരുന്നു. അങ്ങനെ പലയിടത്തായിട്ട് എനിക്ക് തങ്ങിയായിരുന്നു. കാരണം ആ ഒരു കോസ്റ്റൽ ഏരിയ ആയിട്ട് അവരുടെ ലൈഫായിട്ടൊന്ന് ഒന്ന് കുറച്ച് ദിവസം നിൽക്കണം. കർണാടകയിൽ ഭാഷ അറിയാത്ത ഒരു വീട്ടുകാർ അത് ഭയങ്കര രസകരമായ ഒരു സംഭവമായിരുന്നു. കർണാടകയിലെ ഷിരൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ആ ഒരു വഴി കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കും, ലിഫ്റ്റ് ഒന്നും കിട്ടുന്നില്ല. അപ്പം അതായത് കറക്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഹൈവേയുടെ ഒരു നടുഭാഗത്ത് ഞാൻ നിൽക്കുക, ഓക്കെ, പൊക്കോണ്ടിരിക്കുക വഴി കൂടെ. അപ്പം ഭയങ്കര ഒരു മഴ പെയ്തു.
അവിടെ ഒരു മരം പോലും ഇല്ല. അവൻ ഈ ബാഗ് ഇട്ടുകൊണ്ട് ഓടുക. മഴ നന്നായിട്ട് നനഞ്ഞു. ഞാൻ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു പുള്ളിക്കാരൻ ബൈക്കിൽ വരുന്നത്. പുള്ളി എൻ്റെ ഓട്ടം കണ്ട് പുള്ളി നിർത്തി. പുള്ളി നനഞ്ഞാ വരുന്നത്. പുള്ളി എന്നെ ബൈക്കിൽ കയറ്റി. പുള്ളി എന്നെ ഒരു കടയിൽ കൊണ്ട് ഇറക്കി. പിന്നെ അവിടെ കുറച്ച് നേരം നിൽക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ ഓൾറെഡി നേരെ പോകണം എന്നുള്ള പ്ലാനിലായിരുന്നു ഇരുന്നത്. അപ്പം ഞാനപ്പോൾ ഷിരു എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇവിടെ എന്തെങ്കിലും സ്ഥലം വല്ലതും കാണാനുണ്ടോ? ആ പുള്ളി എന്നെ പോലെ ഒരു സ്ഥലം എന്നോട് പറഞ്ഞു. അവിടെ കടലും കായലൊക്കെ ഒന്നിക്കുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട്. പുഴിക്കര. അതെ, കായൽ എന്ന് പറയാനൊക്കത്തില്ല, പക്ഷെ അത് ഒരു രസകരമാണ്. നദിയായിട്ട് ഒന്നിക്കുന്ന ഒരു സ്ഥലമുണ്ട്, നല്ല രസമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മഴ കഴിഞ്ഞപ്പോൾ ഞാൻ ആളുമായിട്ട് അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് ആ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഭംഗി. അപ്പോൾ അവിടെ ഒന്ന് ടെൻ്റ് അടിച്ച് കിടക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായി. കാരണം ഞാൻ ഇവിടെ ബേക്കറിലും ടെൻ്റ് അടിച്ച് കടപ്പുറത്ത് കിടന്നു. ഇവിടെ എനിക്ക് താല്പര്യമായി അത് കണ്ടപ്പം. അവിടെയും മത്സ്യത്തൊഴിലാളികളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പം അങ്ങനെ ആയപ്പോൾ എന്നാൽ ഞാൻ അവിടെ താമസിക്കുക എന്ന് കരുതി. അവിടെ എനിക്കൊരു പിടുത്തവും ഇല്ല, ഭാഷ അറിയില്ല, അവരെല്ലാം കന്നഡ സംസാരിക്കും, നമുക്കൊന്നും അറിയില്ല കന്നഡ. ആകെ പെട്ടു. പിന്നെ അവിടെ വെച്ച് ഒരു പയ്യനുമായിട്ട് പരിചയപ്പെട്ടു, പ്രമോദ് എന്ന് പറയുന്നൊരു പയ്യൻ. അപ്പം ആളുമായിട്ട് ഞാൻ ആൾ ഇംഗ്ലീഷിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു, ആൾ അവിടുത്തെ നാട്ടുകാരായിട്ടൊക്കെ സംസാരിച്ചിട്ട് എനിക്ക് അവിടെ ഒരു ഇപ്പോൾ ഈ വള്ളപ്പുരയുണ്ട്, അവിടെ പങ്കായ വെക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് താമസിക്കാൻ സൗകര്യം അവർ തന്നു. അതിനകത്ത് ടെൻ്റ് അടിച്ച് കിടന്നോളാൻ പറഞ്ഞു. ഞാൻ അതിനകത്ത് ടെൻ്റ് അടിച്ച് കിടന്നു. ടെൻ്റ് അടിച്ച് കിടക്കും. അവരെനിക്ക് ഭക്ഷണമൊക്കെ തരുകയൊക്കെ ചെയ്യുന്നു. അവരുമായിട്ട് കമ്പനിയൊക്കെ ആവും. അങ്ങനെ അവർ ഭക്ഷണമൊക്കെ അവിടെ ആണോ മറ്റേ അമ്പലത്തിൽ പോയി? അതെ അതെ അതെ, അവിടെ അത് രസമായിരുന്നു. അവിടെ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുഞ്ഞ് വള്ളത്തിൽ ഓരോരുത്തരായിട്ട് രാവിലെ 5 മണിയാകുമ്പോൾ ഒരു വള്ളത്തിൽ പോകും. ഒരാൾ ഒരു വള്ളത്തിൽ വെച്ച് പോകുന്നു. ഈ വല ഇങ്ങനെ വട്ടം ഇടുന്നു, അങ്ങനെ മീൻ പിടിക്കുന്നവരാണ്. നമ്മൾ ബേക്കലിൽ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോട്ടിലായിട്ട് പോവാണ്. അവർ 3-4-5 പേരായിട്ട് ബോട്ടിൽ പോയിട്ട് അങ്ങനെ മീൻ പിടിക്കുന്നതായിട്ടാണ്. ഇവരെങ്ങനെ സിംഗിളായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവർ പോയിട്ട് തിരിച്ചു വരും. വന്നു കഴിയുമ്പം ഈ മീനൊക്കെ ഇങ്ങനെ വലയെന്നൊക്കെ എടുക്കും. അപ്പം ഞാനും കൂടി ഇവരോടെ കൂടും, ചെറിയ ഹെൽപ്പൊക്കെ ആയിട്ട് ഇവരോടെ കൂടും. അങ്ങനെ ആ നാട്ടിലുള്ളവരായിട്ടൊക്കെ എന്നെ ഇങ്ങനെ ഒന്ന് പരിചയപ്പെട്ട് ഒരു കൗതുകം അവർക്കുമായി, അവരുമായിട്ടും കമ്പനിയായി. എന്നാലും എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതൊരു കാര്യം. അങ്ങനെ എന്നിട്ട് അവരുടെ 2 മീനൊക്കെ മേടിച്ച് ഞാൻ ചുട്ട് തിന്നുകയൊക്കെ ചെയ്യും. അവരെനിക്ക് ഭക്ഷണം തരുകയൊക്കെ ചെയ്യും. പിന്നെ അടുത്തൊരു അമ്പലം ഉണ്ടായിരുന്നു, അമ്പലത്തിൽ കല്യാണം നടക്കുന്നുണ്ട്. എന്തായതെന്ന് ഞാൻ നോക്കുന്നതില്ല, ഒരു വെറൈറ്റി കല്യാണമല്ലേ, ഞാൻ പോയങ്ങ് കൂടി. ഇവിടുത്തെ പരിപാടി തന്നെ അവിടെ, എല്ലാ കല്യാണത്തിനും പോയി കഴിക്കുക, വിളിച്ചില്ല. അതെ, അവിടെ പോയി കല്യാണത്തിന് പോയിട്ട് ചുമ്മാ അവിടെ നിന്ന് ഒരാളുടെ കമ്പനിയായി. നമ്മളിങ്ങനെ യാത്രയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർക്കൊരു സന്തോഷം. അപ്പം എന്തായാലും ഞാൻ 1-2 വീഡിയോയും കൂടെ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്തു, യൂട്യൂബിൽ ഇടാനൊക്കെ പറഞ്ഞ്. എന്നിട്ട് പിന്നെ അവിടെ പോയി അവരുടെ ഭക്ഷണമൊക്കെ കഴിച്ച് അവരുമായിട്ട് കമ്പനിയൊക്കെ ആയി. അങ്ങനെ രസമായിട്ട് പോയി. അപ്പം ഞാൻ ഇവരുടെ ഒരു വീട്ടിൽ ഞാൻ മുമ്പ് ചോദിച്ച ചോദ്യത്തിനുള്ളൊരു കാര്യം പറയാം. ഞാൻ ഒരു വീട്ടിൽ താമസിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 ദിവസം ഈ ടെൻറ്റിനകത്ത്, അതായത് ഇവരുടെ ഈ വള്ളപ്പുരയ്ക്കകത്ത് താമസിച്ച് പങ്കായം വെക്കുന്ന പുരയ്ക്കകത്ത് താമസിക്കുകയൊക്കെ ചെയ്ത്. ആ ടൈമിൽ 3-ാമത്തെ ദിവസമായപ്പം ഒരു മൂപ്പര്, ഒരു ചേട്ടൻ നൈറ്റ് ഒരു 9 മണി സമയമൊക്കെ ആയപ്പം പുള്ളി വെള്ളമടിച്ച് മദ്യപിച്ച് മതോന്മതനായ ആൾ വന്നു. അവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് കന്നഡയിൽ എന്നെ തെറി വിളിക്കുക. ഏത് ഭാഷയാണെങ്കിലും തെറി നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഓക്കെ, എന്നെ ഭയങ്കരമായിട്ട് തെറി വിളിക്കുന്നത്. എനിക്കറിഞ്ഞൂടെ എന്താ മൂപ്പര്, ഒന്നും അറിയില്ല. ഞാൻ പേടിച്ചു പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് എൻ്റെ ടെൻറ്റ് ഓപ്പൺ ആയിട്ട് കിടക്കുക. മൂപ്പര് ഈ മണ്ണാണെങ്കിൽ ഇങ്ങനെ വാരി എൻ്റെ ടെൻറ്റിനകത്തോട് ഇടുന്നു. എന്നിട്ട് ആള് കയ്യിൽ കൊടുത്തിരിക്കുക, കയ്യിൽ തുറന്ന് എന്നെ കാണിക്കുന്നു. ആകെ ഞാനാകെ എനിക്കൊരു പിടുത്തവും കിട്ടില്ല. എന്നാലും പങ്കായ എടുത്തിട്ട് എന്നെ അടിക്കുന്ന രീതിയിലൊക്കെ ഇങ്ങനെ ഓങ്ങുമൊക്കെ ചെയ്യുവാണ്. ഞാൻ ആകെ പേടിച്ചു പോയി. ഞാനിപ്പോൾ ഈ പ്രമോദൻ നമ്പർ എന്തിട്ടുണ്ട്, ഫോൺ വിളിച്ചു. ഞാൻ വിളിച്ചിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ മൂപ്പർ എന്തൊക്കെയാണ് പറയുന്നത് ഞാനത് റെക്കോർഡ് ചെയ്തു. എന്നിട്ട് ഞാൻ പതിയെ അവിടെ നിന്ന് നൈസായിട്ട് മാറി പുറത്ത് നിൽക്കുക, പേടിച്ച് പുറത്ത് നിൽക്കുക. അപ്പോൾ പ്രമോദിൻ്റെ അച്ഛനുമായിട്ടൊക്കെ വന്നു. അച്ഛനായിട്ട് വന്ന് എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ അയാളെ എന്നിട്ട് പറഞ്ഞു വിടുകയൊക്കെ ചെയ്തു. ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഞാൻ റെക്കോർഡ് ചെയ്തത് ഞാൻ പുള്ളിനെ കേൾപ്പിച്ചപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ആ കടപ്പുറത്ത് എനിക്കൊരു അവിടെ താമസിക്കാൻ വേണ്ടി ഒരു റൈറ്റ് തന്ന 2 പേരുണ്ടായിരുന്നു. അവിടുത്തെ ഒരു മെയിനായിട്ടുള്ള 2 ചേട്ടന്മാരാണ്. അപ്പം ഇവർ തമ്മിൽ ഭയങ്കര ഈഗോ ക്ലാഷ് ഉള്ളതാണ്. അപ്പം ആ പുള്ളി പറഞ്ഞാൽ ഈ ഭാഷയൊന്നും അറിയാത്ത ഒരുത്തനെ പിടിച്ച് ഇവിടെ താമസിപ്പിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞാണ്. പുള്ളിക്കത് പിടിച്ചില്ല. വെള്ളം ചെന്ന് കഴിഞ്ഞപ്പം ആളുടെ ഉള്ളിൽ കിടക്കുന്ന സാധനം പുറത്തു വന്നു. ഇതാണ് ഇവിടെ ചെയ്തത്. അപ്പം അയലോക്കത്തുള്ളൊരു അച്ഛനും അമ്മയൊക്കെ അവർ മോർണിംഗ് പോയി വീട്ടിൽ വന്നോളാൻ പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ടെൻ്റെല്ലാം പാക്ക് ചെയ്ത് പിന്നെ അവരുടെ വീട്ടിൽ പോയി കിടക്കുകയൊക്കെ ചെയ്ത്. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പം ഇയാൾ വെള്ളവടിയെല്ലാം മാറി ഓക്കെ ആയി വന്നു. പക്ഷെ പിറ്റേ ദിവസമായപ്പോൾ ആ നാട്ടിലുള്ളവരെല്ലാവരും കൂടെ പുള്ളീനെ ഭയങ്കരമായിട്ട് വഴക്കൊക്കെ പറയുകയൊക്കെ ചെയ്തു. കാരണം അവിടെ ഒരു അതിഥിയായിട്ട് വന്നതാണ് ഞാൻ, അപ്പം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ കടമയല്ലേ, എന്നിട്ട് അവനെ അങ്ങനെ കാണിക്കുന്നതൊക്കെ ശരിയാണോ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്ത്. അപ്പം കുറച്ചുകൂടെ സെന്റിമെന്റ്സ് ആയി എന്നോട് അവിടെ എല്ലാവരും. പിന്നെ എനിക്ക് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എല്ലാം ഭക്ഷണമാണ് സുഖം. 3 നേരം ഭക്ഷണം സുഖം. അങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്. പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അവർ ഹിന്ദി സംസാരിക്കുന്നില്ല, ആകെ അവർ കന്നഡ സംസാരിക്കുന്നു. എനിക്കാണെങ്കിൽ കന്നഡ ഒട്ട് അറിയത്തില്ല. പക്ഷെ
എന്താണെന്ന് അറിയത്തില്ല. ഞാൻ എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. കൊങ്കൺ റെയിൽവേ പാളത്തിൽ കൂടെ ഓടിയ ഒരു ഇൻസിഡന്റ് പറയുകയുണ്ടായി. അന്ന് മറ്റേ ദൂർസാഗർ ദൂസാർ വാട്ടർഫാൾ കാണാൻ ഇത് മറ്റേ പാളത്തിൽ നിന്ന് കാണാൻ വേണ്ടിയും പോയായിരുന്നു. അത് ശരിക്കും ഞാൻ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ അവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആളുമായിട്ട് സംസാരിച്ച് ആൾ പറഞ്ഞു 1500 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ആ പൈസ ഒന്നും കൊടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ അല്ലാതെ ട്രാക്കിൽ കൂടെ പോകുന്നൊരു വഴിയുണ്ട്, ഞാൻ ആ വഴി കൂടെ വെച്ച് പിടിച്ച് നടന്ന് ഞാൻ വിചാരിച്ച് വലിയ ദൂരം കാണത്തില്ലെന്ന്. പക്ഷേ ആ ട്രാക്കിലോട്ട് പോകുന്നതിന് വേണ്ടി ഒരു കാട്ടിക്കൂടല വഴി കൂടെ പോകുന്നത്. അപ്പം വല്ല ലിഫ്റ്റ് കിട്ടുമെന്നൊക്കെ കരുതി, ഒരു മല്ലും മനുഷ്യനും ഇല്ല, ഒരു കിളീനെ പോലും ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. അവിടെ വെച്ച് മഴയൊക്കെ പെയ്തു, ഇത് ലഗേജായിട്ട് ഓടുകയൊക്കെ ചെയ്ത് നമ്മൾ ഒത്തിരി വീണു, അടിച്ചും തള്ളി വീഴുകയൊക്കെ ചെയ്തു, അങ്ങനെ കുറേ ഉണ്ടായി. എന്നിട്ട് പിന്നെ ട്രാക്കിൽ ചെന്നിട്ട് നടക്കുക, ട്രാക്കിൽ കൂടെയുള്ള നടപ്പറിയാമല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറയാം. അത്ര നമുക്ക് പോകുമ്പോൾ അത്രയും ദൂരമാണ് നടന്ന് അവിടെ പോയത്. പക്ഷേ എന്താണെന്ന് അത്ര ആ പെയിൻ ഒരൊറ്റ നിമിഷം കൊണ്ട് മാറിയത് ആ വാട്ടർഫാൾ കണ്ടപ്പോഴാണ്. നമ്മുടെ ആ കംപ്ലീറ്റ് പെയിനും അത്ര ബ്യൂട്ടിഫുൾ ആണ്. പാളത്തിൽ നിന്ന്, അതെ അതെ, അവിടെ നിന്നാണ് കാണുന്നത്. പാളത്തിൽ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് മാറിയിട്ട് നമുക്ക് ഒരു വ്യൂ ഉണ്ട്. പിന്നെ അവിടെ ഇച്ചിരി നേരം നിൽക്കാനൊക്കെ പറ്റും. കുറെ നേരം സ്പെൻഡ് ചെയ്തു. തിരിച്ച് അവിടെ നിന്ന് വന്നത് ഗുഡ്സ് ട്രെയിനിലായിരുന്നു വന്നത്. ആ ഗുഡ്സ് ട്രെയിൻ അവിടെ നിർത്തി അവിടെ. അതില് എന്താ ട്രാക്കിൽ നിന്ന്, റെയിൽവേ ട്രാക്കിൽ നിന്ന് നമ്മളിങ്ങനെ കൈ ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്ത് അവർ നിർത്തി തന്നു. പിന്നെ അതിനകത്ത് കയറിയാണ് വന്നത്. വേറെ വഴിയില്ല, ഇന്ത്യൻ റെയിൽവേ സഹായിച്ചു. അതെ, പാതിരാത്രിയാണ് വന്നത്. നിന്ന് മഴയൊക്കെ നനയൊക്കെ ചെയ്തു. അപ്പൊ അവിടെ തങ്ങിയത് ശരിക്കും ആക്സിഡന്റലി ഓൾഡ് ഗോവയിൽ ഞാൻ നിൽക്കുക, പനിയൊക്കെ പിടിച്ച് ഇങ്ങനെ മൂക്കും ചീറ്റി ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുക. ആ ടൈമിൽ നമ്മുടെ നാട്ടിലുള്ളൊരു ചേട്ടനെ കണ്ടു. ആളവിടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർ ഈ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ കാണുന്നുണ്ടായിരുന്നുണ്ട്. അപ്പം ആളെന്നെ കണ്ടിട്ട്, ആളവിടെ വർക്ക് ചെയ്യുന്നത്, ഗോവയിലെ വർക്ക് ചെയ്യുന്നത്. അപ്പം എന്നെ കണ്ട് അവരപ്പം, അതൊക്കെ ലെക്കെന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പം നമ്മൾ മുന്നോട്ട് പോകണം, നമ്മളെ സഹായിക്കുവാണ് ശരിക്കും അവർ. നമുക്ക് മടുപ്പ് തോന്നുവാണെങ്കിൽ പോലും നമ്മളെ കൈ പിടിക്കുക എന്ന് പറയത്തില്ല. മടുപ്പ് തോന്നുന്നത് തിരിച്ചൊരാൾ മടുപ്പ് തോന്നില്ല, ശാരീരികമായിട്ട് ബുദ്ധിമുട്ടാണ്, മുന്നോട്ട് പോകേണ്ട കുറച്ച് ദിവസം ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ അവരെന്നെ അവരുടെ വീട്ടിലായിരുന്നു ഞാൻ തങ്ങിയത്. 2 ദിവസം അവരുടെ വീട്ടിലൊക്കെ തങ്ങുകയൊക്കെ ചെയ്തു. അങ്ങനെ പതിയെ എനിക്ക് ഓക്കെ ആയി വന്നു. ഒരു മെഡിസിൻ കഴിക്കുകയൊക്കെ ചെയ്തു, മറ്റേ ഗോവൻ ഫെനി എന്ന മെഡിസിൻ. അതായിരുന്നു മെഡിസിൻ. ശരിക്കും പറഞ്ഞാൽ ഗുളികയൊന്നും കഴിച്ചിട്ടില്ല, ഒന്നും കഴിച്ചില്ല. ഞാൻ അവിടുത്തെ നാട്ടിലുള്ളൊരു അവിടുത്തെ വെച്ച് പരിചയപ്പെട്ടൊരു ചേട്ടൻ, ഒരു വൈദ്യൻ, അതൊരു വൈദ്യൻ എനിക്കൊരു കഷായം ഉണ്ടാക്കി തന്നു. അതിലൊരു നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് ഒറ്റ വലിക്ക് കുടിച്ചോളാൻ പറഞ്ഞു. ശരിക്കും അതെനിക്കൊരു മാജിക് ആയിട്ട് തോന്നി കേട്ടോ. അത്ര ബുദ്ധിമുട്ടായിട്ട് ഞാൻ നിന്നായിരുന്നു. ആ ഒരു മെഡിസിൻ അങ്ങോട്ട് ചെന്ന് പിന്നെ എനിക്ക് ഒറ്റ കിടപ്പ് കിടന്നു. ഒരു 4 മണിക്കൂർ ഞാൻ കിടന്നുറങ്ങി. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പം എൻ്റെ പനിയും ജലദോഷവും എല്ലാം മാറി. എനിക്ക് ഇപ്പോഴും ഞാൻ അതിനെ വലിയൊരു മെഡിസിൻ ആയിട്ടാണ് കാണുന്നത്. ഗോവയില് മറ്റേ ഒരു ഹോട്ടൽ ആയിരുന്നു സ്റ്റേ ചെയ്യുന്നല്ലോ? അല്ലല്ല, ഹോട്ടലല്ല, ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ അവരുടെ വീട്ടിൽ തന്നെ ആയിരുന്നു. അവിടെ നീ മാജിക് പെർഫോം ചെയ്തെന്ന് തോന്നുന്നു. അത് ഗോവയല്ലേ, ഗോകർണയിൽ വെച്ച് ഞാൻ ഓം ബീച്ച് കാണാൻ പോയ സമയത്ത് അങ്ങോട്ട് നടക്കുമായിരുന്നു. ഒരു നല്ല ദൂരം ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക്. ഒരുപാട് വണ്ടികൾക്ക് എന്തെങ്കിലും വണ്ടി കിട്ടുമെന്ന് കരുതിയായിരുന്നു, പക്ഷെ വണ്ടിയൊന്നും കിട്ടിയില്ല. കിട്ടിയത് കറക്റ്റ് ഓം ബീച്ചിന് അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ മുമ്പായപ്പോഴും ഒരു വണ്ടി കിട്ടിയത്. ഞാൻ അയാളേക്ക് പ്രാഗി, ഇയാൾക്ക് ഇത്തിരി നേരത്തെ വന്നുകൂടെ എന്നൊക്കെ പറയട്ടെ. അങ്ങനെ അവിടെ ചെന്നു. കയ്യിൽ പൈസ ഇല്ല, ആകെ ഒരു 150 രൂപ എന്തോ കാണും. ഈ പൈസ കിട്ടുന്നത് നമ്മൾ മാജിക് ചെയ്യുമ്പം ആരെങ്കിലും എന്തെങ്കിലും വല്ലതും പൈസ ആയിട്ടൊക്കെ തരുവൊക്കെ ചെയ്യുവാണ്, അത് കളക്ട് ചെയ്യുന്നേ ഉള്ളൂ. അല്ലാതായിട്ടില്ല. അല്ലാതെ ഞാൻ ആരെങ്കിലും പൈസ കിട്ടി മേടിക്കത്തില്ല. പിന്നെ ഭക്ഷണം മേടിച്ചെന്നാൽ കഴിക്കും. അവിടെ എത്തി, ഓം ബീച്ചിലെത്തിയപ്പോൾ അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പം അവിടെ എത്തിയപ്പോഴും 3:30-4 മണി സമയം എടുത്തു. അപ്പം എൻ്റെ കയ്യിൽ പൈസ ഇത്രയേ ഉള്ളൂ. അന്നേരം അവിടെ ഫ്രൈഡ് റൈസ് ഉണ്ട്, ചിക്കൻ ഫ്രൈഡ് റൈസ് അവിടെ ഉണ്ട്. അതിനെന്തോ 150 രൂപ എന്തോ ആയിരുന്നു. 150 അല്ല, 180 രൂപ എന്തോ ആണ് അവിടെ വരുന്നത്, റേറ്റ് വരുന്നത്. വേറൊന്നും അവിടെ ഇല്ല, ഭക്ഷണമൊന്നും ഇല്ല. എനിക്കാണെങ്കിൽ വിശന്നിട്ട് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ. അപ്പം റേറ്റ് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഇതായിപ്പോയി. ഇനി ഒറ്റ വഴിയുള്ളൂ. ഞാൻ നോക്കുമ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ ഉണ്ട്. നൈസായിട്ട് 2 മാജിക് ചെയ്താലോ എന്ന രീതിയിൽ ഞാനപ്പോൾ ചുമ്മാ അവിടെ ഒരു 2 ചേട്ടന്മാരുടെ കമ്പനിയായിട്ട് 1-2 മാജിക് ചെയ്ത്. അപ്പോൾ ആൾ കൂടി, കുറച്ച് പേര് റെസ്റ്റോറൻറ്റിൻ്റെ വാതിൽക്ക് ഒന്ന് വട്ടം കൂടി നിന്ന്. അപ്പം മാജിക് കൂടി, ഒരു 3-4 ആക്ടുകൾ കാണിച്ച് ഭയങ്കര കൈയടി, ഭയങ്കര ചിരി കാര്യങ്ങളൊക്കെ. അപ്പം ഞാനിങ്ങനെ യാത്ര ചെയ്യാന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. പുള്ളിയോട് വല്ലതും കഴിച്ചു? ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ഇവിടെ ഒരു എന്താ ചിക്കൻ ഫ്രൈഡ് റൈസ് കൊടുത്തു. ഞാനൊക്കെ അടിപൊളി, സുഖം. അങ്ങനെ അതെ അതെ, അങ്ങനെ നൈസായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവിടെ പതിയെ കുറച്ചു നേരം കറങ്ങുകയൊക്കെ ചെയ്തു. അങ്ങനെയായിരുന്നു അവിടെ. ഒരു ഗോകർണ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഗോകർണയിൽ ഒരു 4-5 ദിവസം ഉണ്ടായിരുന്നു. ഗോകർണയിൽ വെച്ചാണ് ഞാൻ ഒരാളുമായിട്ട് ജയദീപ് എന്ന് പറയുന്ന ഒരാളുമായിട്ട് പരിചയപ്പെട്ടു. ആള് ഗുജറാത്തിൽ നിന്നും കന്യാകുമാരിയിലേക്ക് യാത്ര ചെയ്യുമായിരുന്നു. എന്നെ പോലെ തന്നെ ഒരു യാത്ര ചെയ്യുന്ന ഒരാളായിരുന്നു ആള്. ഹിച്ചാക്കിങ് ഒക്കെ ആയിരുന്നു ആള്. ഗുജറാത്തുകാരനാണ്. അവിടെ വെച്ചൊരു സൗഹൃദമായിരുന്നു. ഞങ്ങളൊരു 3 ദിവസം ഒരുമിച്ച് താമസിച്ചു. ഭയങ്കര കൂട്ടായിരുന്നു. ഇപ്പോഴും മറക്കാൻ പറ്റാത്ത, ഇപ്പോഴും ആ ഒരു ബന്ധമുണ്ട്. ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്.
അവിടെ നിന്ന് ഞങ്ങൾ ഒരു 3 ദിവസം അവിടെ എല്ലാം കുറേ കറങ്ങുകയൊക്കെ ചെയ്തു. തിരിച്ച് പോകുക, ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടി വഴിയിൽ വന്നിട്ട് ഇങ്ങോട്ടും ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുക. ആ ടൈമിൽ അവിടെ ഒരു ട്രക്ക് വന്നിറങ്ങി. ട്രക്കിൽ നിന്ന് വന്ന 2 പേരെ കണ്ടപ്പം ഞങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയി, പോകാൻ തോന്നിയില്ല. അതായത് ഹിച്ച് ഹാക്കിംഗ് നൊമാഡ് പിന്നെ അരുണിമ, ഇവർ 2 പേരും വന്നിറങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കൗതുകം, നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്നുണ്ടല്ലോ അവരെ. അപ്പോൾ അവരും കൈ കാണിച്ചു, പിന്നെ അവരോട്ട് സംസാരിച്ചു. അപ്പോൾ അവരിങ്ങോട്ടേക്ക് വരുമോ ഗോകർണയിലോട്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് അവർ ഗോകർണയിലോട്ട് വരുന്നതെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് 2 ദിവസം ഇവരായിട്ട് തങ്ങിയാലോ. അപ്പോൾ ഞങ്ങൾ പ്ലാൻ മാറ്റി, ഞങ്ങൾ 4 പേരും കൂടെ പിന്നെ ഒരു 2-3 ദിവസം പിന്നെ ഗോകർണ തങ്ങി. ഞങ്ങൾ തങ്ങിയ ഒരു സ്പോട്ടുണ്ട് ഒരു അമ്പലത്തിനടുത്തായിട്ട്, അവിടെ തന്നെ ഇവരും വന്നു. പിന്നെ ഞങ്ങളൊരു 3 ദിവസം ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ച് പിന്നെയും താമസിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അവർ രസമാണ് കേട്ടോ, അവരുമായിട്ടുള്ള ഒരു ട്രാവലിംഗ് ഒക്കെ ഭയങ്കര രസമായിട്ട് തോന്നിയായിരുന്നു. 2 ദിവസം എക്സ്പീരിയൻസ്. ഒരു കുതിരയുടെ ഒരു സംഭവം നീ എന്നോട് അതോർക്കുന്നുണ്ടല്ലേ. മഹാബലേശ്വർ എന്ന് പറയും, മഹാരാഷ്ട്രയിൽ നിന്ന് പൂനെക്ക് പോകുന്ന റൂട്ടിലാണ് മഹാബലേശ്വർ. അവിടെ സ്ട്രോബെറി പാടമൊക്കെ ഉള്ളതാണ്. മഹാബലേശ്വറിൽ വെച്ചാണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്. അതൊക്കെ ആക്സിഡൻ്റലി പോകുന്നത്, ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്ത സ്ഥലങ്ങളല്ല. ഞാൻ പ്ലാൻ ചെയ്തേ പോയിട്ടില്ല, ഇന്ന റൂട്ടിൽ കൂടെ പോകണമെന്നൊന്നുമില്ല. കിട്ടുന്ന വണ്ടിക്ക് ഇങ്ങനെ പോവുക, ചിലപ്പം പരിചയപ്പെടുന്ന ആൾക്കാരുമായിട്ട് അവരോട്ട് സംസാരിക്കുക, അവർ ഇന്ന റൂട്ട് പോകാൻ നല്ലതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരെ അങ്ങോട്ട് പോവുക, ഇങ്ങനെ പോകുന്നത്. അങ്ങനെയാണ് മഹാബലേശ്വർ എത്തിയത്. മഹാബലേശ്വർ വെച്ച് അവിടെ ഞാൻ താമസിച്ചത്, നമുക്ക് അവിടെ ഒട്ടും, അതായത് കുറച്ച് റിസ്കി ആയിരുന്നു. അവിടെ ചെന്ന സമയത്ത് താമസിക്കാൻ സ്ഥലമില്ല, അതാണ്, നമുക്ക് റൂം എടുക്കാനുള്ള പൈസ ഇല്ല. അവിടെ ടെൻ്റ് അടിക്കാൻ പറ്റൂല എന്ന് പറയും, നൈറ്റ് മൃഗങ്ങളൊക്കെ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞു, ടെൻ്റ് അടിക്കാൻ പറ്റൂല അങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്ത്. അപ്പോൾ അങ്ങനെ ആയപ്പോൾ പിന്നെ ഞാൻ നോക്കുന്നത് മലയാളീസിൻ്റെ എന്തെങ്കിലും ഹോട്ടലുണ്ടോ, മലയാളി മെഡിക്കൽ സ്റ്റോർ, പിന്നെ ഈ ടയർ കടകളൊക്കെ കാണാം, അതൊക്കെ മലയാളീസൊക്കെ നടത്തുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. അങ്ങനെയാണ് ലക്കി എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട് അവിടെ. ആ ഹോട്ടലിൽ ചെന്നു. അവിടെ ഷപ്തീർ അതേപോലെ തന്നെ അസ്കർ എന്ന് പറയുന്ന 2 പേര് നടത്തുന്നൊരു ഹോട്ടലാണ്. മലയാളീസാണ്, മലപ്പുറംകാരാണ്. അപ്പോൾ അവരുമായിട്ട് അവിടെ ചെന്ന് അവരുമായിട്ട് ഞാൻ സംസാരിച്ചു. അവിടെ ഷപ്തീറൊക്കെ ആയിരുന്നു. ഞാൻ നേരെ എൻ്റെ സങ്കടം അങ്ങ് പറഞ്ഞു. കാരണം എനിക്ക് ടെൻ്റ് അടിക്കാൻ ഒരു സ്ഥലമില്ല. ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഇന്നടത്ത് നിന്ന് ട്രാവൽ ചെയ്ത് വരുന്നതാണ്, എൻ്റെ ഉദ്ദേശം ഇങ്ങനെ യാത്ര ചെയ്യാനാണ്, കാര്യങ്ങളൊക്കെയാണ്. അപ്പം എനിക്ക് ഇവിടെ എവിടെയെങ്കിലും കിടക്കാം, ഒരു ചാക്ക് വിരിക്കാൻ ഒരു സ്ഥലത്ത് നിന്നാൽ മതി, ഞാൻ അവിടെ കിടന്നോളാം, ഞാൻ എന്ത് പണി വേണം ചെയ്തോളാം, പ്ലേറ്റ് കഴുകാനോ എന്തെങ്കിലും 2 ദിവസം ഞാൻ പണി ചെയ്തോളാം. അദ്ദേഹം പറഞ്ഞു സെർവ് ചെയ്യാനുള്ള മറ്റേ ആടിലെ വിനായകന്റെ ശരിക്കും വേറെ വഴിയില്ല എനിക്ക്. നമുക്ക് 2-3 ദിവസം അവിടെ താമസിക്കണം. ഭയങ്കര തണുപ്പാണ് ആ ഒരു ഏരിയ, എപ്പോഴും മഴയാണ്, ഭയങ്കര തണുപ്പും നല്ല മഴയുള്ള ഒരു ഏരിയ ആണ്. അപ്പം വേറെ വഴിയില്ല എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഹോട്ടലിൽ, അവർ വലിയൊരു റെസ്റ്റോറൻ്റാണ്, ഞാൻ എന്തെങ്കിലും പണി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു, പ്ലേറ്റ് കഴുകാനോ സെർവ് ചെയ്യാനോ എന്ത് കാര്യത്തിലാണ് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ്, എനിക്ക് എവിടെയെങ്കിലും കിടക്കാൻ ഒരു സൗകര്യം തന്നാൽ മതി എന്ന് പറഞ്ഞ്. പക്ഷേ പുള്ളിക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പുള്ളി താമസിക്കുന്ന റൂമിൽ കൊണ്ടുപോയി, നല്ല അടിപൊളി റൂമൊക്കെ ആയിരുന്നു. അവിടെ എനിക്ക് താമസിച്ചത്. ഞാൻ അവിടെ ഒരു 5-6 ദിവസം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം രസകരമായിരുന്നു. എനിക്ക് ആ ഒരു ഫാമിലിയായിട്ട് അവിടെയാണ്, ആ ഫാമിലിയായിട്ട് മറക്കാൻ പറ്റാത്ത കുറേ അനുഭവം ഉണ്ട് അവിടെ വെച്ച് തന്നെ. അപ്പോൾ അവിടെ വെച്ചാണ് എനിക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. അവർ എൻ്റെ ബർത്ത്ഡേ ഒക്കെ അറിഞ്ഞിട്ടൊക്കെ അങ്ങനെ സർപ്രൈസ് തരുമൊക്കെ ചെയ്തു. അപ്പോൾ അന്ന് എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം, ബർത്ത്ഡേ ഒക്കെ അല്ലേ, അപ്പം യാത്രയും കൂടെയൊക്കെയാണ്. അപ്പം മറക്കാനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നൊരു വെളിപാട് ആ ദിവസം ഉണ്ടായി. അങ്ങനെയാണ് അവിടെ ഈ റെഡ് ക്രോസിൻ്റെ നടത്തുന്ന ഒരു ഹോസ്പിറ്റൽ, ഈ നമ്മൾ എയ്ഡ്സ് രോഗികളൊക്കെ ഉള്ളൊരു ഹോസ്പിറ്റലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്ന ഈ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നവരാണല്ലോ എയ്ഡ്സ് രോഗികൾ, അന്നത്തെ ചിന്തയൊക്കെയാണ്. അപ്പം അന്ന് അവരുടെ അടുത്ത് നിന്ന് പോകണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവരെ 2 മാജിക്ക് കാണിക്കണം എന്നൊരു തോട്ടൊക്കെ വരുന്നു. അപ്പം ഞാൻ അവിടെ പോയി. അപ്പം അവർ ഈക്വലായിട്ട് കാണണമല്ലോ എന്ന രീതിയിലൊരു തോട്ടൊക്കെ നമുക്ക് വന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി. അപ്പം ഞാനവിടെ പോയിട്ട് അവരുമായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു, അവരുടെ അടുത്ത് മാജിക്കൊക്കെ ചെയ്തു. ഭയങ്കര ഹാപ്പി ഞാൻ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് എന്നോട് തന്നെ പ്രൗഡാണ്. ഞാൻ വലിയൊരു കാര്യമല്ലേ ചെയ്ത്, അവർക്ക് മുട്ടായൊക്കെ മേടിച്ചു കൊടുക്കുന്നു. എന്നിട്ട് എനിക്കൊരു ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് എന്നോട് തന്നെ പ്രൗഡ് തോന്നി. എൻ്റെ ദിലീപ് പറയുന്ന പോലെ എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നി. ഞാൻ കുറച്ച് നേരം എഴുന്നേറ്റ് എന്ന് പറയത്തില്ലേ, അതേപോലെ. എന്നിട്ട് ഞാൻ അവിടെ നേരെ ടേബിൾ ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. അവിടെ ഒരു രസകരമായ സ്ഥലമാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു വെസ്റ്റേൺ ഗാർഡ്സ് മൗണ്ടൻസ് ഒക്കെ കാണാം, ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ എൻ്റെ എഡ്ജ് സൈഡിലാണ് ആൾക്കാരെല്ലാം പോയി നിൽക്കുന്നത്. അവിടെ നിന്നുള്ള വ്യൂ ഭയങ്കരമാണ്. അപ്പം ഞാൻ അവിടെ എല്ലാം കുറച്ച് നേരം നിന്ന് കാണാനൊക്കെ പോകും. അപ്പം ഞാൻ ഈ ഗ്രൗണ്ടിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് ക്രോസ് ചെയ്യുകയാണ്. ഈ ക്രോസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ലേസ് കഴിഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ലേസ് കെട്ടിക്കൊണ്ടിരിക്കും. കെട്ടിയ സമയത്ത് പുറകിൽ നിന്ന് എന്തോ ഇങ്ങനെ, അവിടെ കുറെ കുതിരകളൊക്കെ ഉണ്ട്. ഈ കുതിര എന്ന് വെച്ചാൽ ഈ കോവർ കഴുത എന്ന് പറയുന്ന സാധനം ഇല്ലേ, നാട്ടിലെ കുതിര റൈഡിന് ഉപയോഗിക്കുന്നതല്ല. ഇതിങ്ങനെ നല്ല വലുതാണ്. ഇതൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയൊക്കെ ഉണ്ട്. വലിയ സീനൊന്നും ഇല്ല. ഞാനവിടെ നടന്ന ഗ്രൗണ്ടിൻ്റെ ഇടയ്ക്ക് വെച്ച് എൻ്റെ ഈ ലേസ് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കുരിഞ്ഞിരുന്ന് ലേസ് കിട്ടുക. അപ്പോൾ എന്തോ ഇങ്ങനെ ഓടി വരുന്നൊരു സൗണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇതെൻ്റെ പുറകെ ഓടി വരും ഈ കുതിര. ഞാൻ പേടിച്ചു. ഞാൻ വിളിച്ച് ദൈവം എൻ്റെ നേരെ വല്ലതാണെന്ന് പറയാം. ഞാൻ എഴുന്നേറ്റ് ഓടി. ഞാൻ ഓടി അടിച്ചും തലയോടെ വീണു. ശരിക്കും ഞാൻ വീണ നന്നായി. കാരണം ഞാൻ ഇങ്ങനെ വീണിട്ട് ഞാനിങ്ങനെ എഴുന്നേക്കുമ്പോൾ ഞാൻ നോക്കുന്ന ഇതെൻ്റെ നേരെ ഇങ്ങനെ കാലും പൊക്കി നിൽക്കുക.
ഫസ്റ്റ് ചവിട്ട് എനിക്കിട്ട് കിട്ടി, വയറിനിട്ട് കിട്ടി. അപ്പം ഞാൻ കരുതി എൻ്റെ ബർത്ത്ഡേയും ഡെത്തറേയും ഒരു ദിവസമാണ്. ഞാൻ ഉറപ്പിച്ചു, സീരിയസ്ലി ഞാൻ മരിച്ചു എന്നുള്ളൊരു തോട്ട് ആ ടൈമിൽ കയറിയിരുന്നു. ഞാൻ മരിച്ചു, കാരണം ഒറ്റ മനുഷ്യൻ അവിടെ ഇല്ല. സെക്കൻഡ് ചവിട്ട് എൻ്റെ മുഖത്തിട്ടായിരുന്നു. ഞാൻ ഇങ്ങനെ പൊത്തി പിടിച്ചു, എൻ്റെ കൈക്കെട്ട ചവിട്ടുണ്ട്. പിന്നെ അതെനിക്കിട്ട് ചവിട്ടിയില്ല, ഒരു വൃത്തികെട്ട പരിപാടി കാണിച്ചു, എനിക്കിട്ട് കടിച്ചു. സത്യം, കുതിര ചവിട്ടിന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഇത് ശരിക്കും കടിച്ചു. എൻ്റെ ചെസ്റ്റിനിട്ടാണ് ഒരു കടിച്ചു, പല്ലൊക്കെ ഇറങ്ങി. നല്ലൊരു കടിയും തന്നിട്ട് ആശാൻ അങ്ങ് മാറി. ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു. ഞാൻ പേടിച്ച് പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി. ഒരു മനുഷ്യൻ കാണുന്നുണ്ട്, ആൾക്കാരായിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യും, ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങൊരാളിങ്ങനെ നടന്നൊക്കെ വരുന്നുണ്ട്, ഇത് കണ്ടിട്ട് ഒരു കുതിരക്കാരൻ എന്തോ ആണ് ആള്. അപ്പം ഞാൻ ആളോട് പറഞ്ഞു, എൻ്റെ കണ്ണാടി, എൻ്റെ പേഴ്സ്, ഫോൺ ഇതെല്ലാം അവിടെ കിടക്കുക, എനിക്ക് പേടിയായി തിരിച്ചെന്ന് എടുക്കാണ്ട്. അപ്പം ഞാൻ ആളോട് പറഞ്ഞു. ആളത് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പം ഇത് വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പുള്ളി എടുത്തു വന്നു. പുള്ളി ഒരൊറ്റ ഓട്ടം ഓടി. പുള്ളി പിന്നെ എന്നോടൊന്നും മിണ്ടുന്നില്ല. ഞാൻ വിറയ്ക്കാൻ തുടങ്ങി, ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ വിചാരിച്ചത് എന്തൊരവസ്ഥ, ഇത് പേടിച്ച്. കുറച്ചു നേരം കഴിഞ്ഞ് അതങ്ങ് പോയി കഴിഞ്ഞപ്പം ചെന്ന് ഇതുമെല്ലാം എടുക്കുകയൊക്കെ ചെയ്തു, പേഴ്സും ഫോണും കണ്ണാടിയെല്ലാം എടുക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് പിന്നെ നെഞ്ചത്തും കൈയും വെച്ചൊക്കെയായിരുന്നു ഞാൻ പിന്നെ അവിടെ നിന്ന് വന്നത്. അങ്ങനെ ഒരു 3 ദിവസം ഞാൻ പിന്നെ റെസ്റ്റ് എടുത്തു. 4-ാം പക്കം അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് എനിക്ക് ബാഗ് ഇട്ടപ്പം വേദനയായിരുന്നു, കാരണം ബാഗ് ഇടുന്ന സമയത്ത് എനിക്ക് ഇവിടെ ഭയങ്കര പെയിനായി. പിന്നീട് എനിക്ക് കുതിരകളെ കാണുമ്പം എനിക്ക് ഇതുപോലെ വെറുത്തൊരു ജീവിയില്ല, ഇതുപോലെ പേടിയുള്ളൊരു ജീവി വേറെ ഇല്ല എന്ന് പറയാം. പേടിയായി കുതിരയെ കാണുമ്പോൾ. നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും നമ്മളെ മലയാളികളായാലും ആരായാലും ട്രാവൽ ചെയ്യുന്ന എല്ലാവരും അവിടുത്തെ ലോക്കൽ ഡെലിക്കസീസ് നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ നീ പോയപ്പോൾ ഒരു പ്രത്യേകതരം ഡെലിക്കസി നീ ട്രൈ ചെയ്തിട്ട് എന്നോട് പറഞ്ഞായിരുന്നു. അതിനുശേഷം നീ എവിടെയാണ്, എന്താണ് ഒന്നും അറിയാത്ത ഒരു സാഹചര്യം യു പിയിൽ വെച്ചുള്ള ബാങ്ക്. കാരണം അതവിടെ ലീഗലി കിട്ടുന്ന, യൂസ് ചെയ്യുന്ന ലീഗലി കിട്ടുന്ന അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് രസമായിരുന്നു. അത് ഞാൻ യു പിയിലെ വൃന്ദാവനിൽ വെച്ച് അവിടെ സ്വാതി എന്ന് പറയുന്നൊരു സുഹൃത്തുണ്ടായിരുന്നു, കൂട്ടുകാരനായിട്ടാണ്. അവരുടെ വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത്. അപ്പം അവിടെ വെച്ച് പരിചയമായതായിരുന്നു ആള്. അത് വേറൊരു ബന്ധം വഴിയുണ്ട്, എനിക്കൊരു സുഹൃത്തുണ്ട്, ജോബിൻ എന്ന് പറയുന്ന ചേട്ടൻ. അപ്പം ആളാണ് എനിക്ക് കണക്ട് ചെയ്ത് തന്നെ ഇവരെ. അപ്പം അങ്ങനെ അവരുടെ വീട്ടിൽ താമസിക്കുകയൊക്കെ ചെയ്ത്. അപ്പം ആളുമായിട്ട് ഇങ്ങനെ കറങ്ങിയ സമയത്താണ് ഇന്ന പോലെ ഒരു സ്ഥലമുണ്ട്, അവിടെ പോകാമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തത്. അപ്പം അങ്ങനെ ഞാൻ സ്ഥലത്ത് പോയതാണ്. ഇവിടെ കൃഷ്ണൻ കളിച്ച് നടന്ന സ്ഥലമാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടൊരു ഗ്രാമമുണ്ട്, മീൻസ് ഒരു കാടുണ്ട്. ഈ നമ്മുടെ അവിടെ കുറച്ച് സന്യാസിമാരൊക്കെ ഇങ്ങനെ ഏറുമാടം കെട്ടി താമസിക്കുന്നത്. അപ്പം ഞാൻ ആ സ്ഥലം കാണാൻ വേണ്ടി പോവാ. അവിടെ ചെന്ന് അവിടെ ഒരു അമ്പലം, ഈ അമ്പലത്തിനടുത്തായിട്ടൊരു മൂന്ന് ചേട്ടന്മാരിരുന്നിട്ട് എന്തോ ഇങ്ങനെ അരക്കുകയൊക്കെ ചെയ്യുക. അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഈ റൂട്ട് എങ്ങോട്ടാന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവർ എന്നോട് റൂട്ട് പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇവരെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അവർ പറഞ്ഞു ബാങ്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അപ്പം ഒരു കൗതുകമായി ബാങ്ക്. അപ്പോൾ അവർ ആ ഒരു ചെടി സാധനം നേരത്തെ അറിയാമായിരുന്നു. ഞാനത് തലേ ദിവസം വേറെ രീതിയിൽ ട്രൈ ചെയ്തായിരുന്നു. അത് ട്രൈ ചെയ്ത് വെച്ചാൽ അവിടെ ഒരു കടയിലാണ്, ഞാൻ ഈ പറഞ്ഞ സ്വാതിയൊക്കെ ആയിട്ട് ഞങ്ങളെ കടയിൽ പോയിട്ട് അത് ഒരു മിഠായി പോലെ ഒരു സംഭവം കിട്ടിയതൊക്കെ ആയിരുന്നു. അത് കഴിക്കുകയൊക്കെ ചെയ്തിട്ടായിരുന്നു, ഭയങ്കര കിക്കൊക്കെ ആയിരുന്നു. പക്ഷെ ഇതല്ലാതെ ലൈവായിട്ട് ഞാൻ കാണുക. നമ്മൾ യാത്രയിലെല്ലാം എക്സ്പ്ലോർ ചെയ്യണമല്ലോ അങ്ങനെ. അപ്പം ഞാനത് കൗതുകമായിട്ട് നോക്കി. ആളിങ്ങനെ കല്ലിട്ട് ഇങ്ങനെ അരക്കുകയൊക്കെ ചെയ്യുന്നു. എന്നിട്ട് അത് ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഇതെടുത്ത് ഒരു പാത്രത്തിലിട്ട് പാലൊക്കെ ഒഴിച്ച് വെള്ളം ഒഴിച്ച് എനിക്കൊരു മൊന്തയിൽ തന്നു. ഞാൻ കുടിച്ചു. ഇത് കുടിച്ചിട്ട് എന്നിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു 10-15 മിനിറ്റ് ഞാൻ വളരെ കൂളാണ് അവരോട് സംസാരിച്ചത്. അവരപ്പോൾ എന്നോട് പറഞ്ഞാൽ നേരെ പോകുന്നൊരു പോസ്റ്റ് ഉണ്ട്, ആ പോസ്റ്റിനടുത്ത് റൈറ്റ് എടുത്ത് പോയാൽ മതി ആ സ്ഥലത്തോടെന്ന് പറഞ്ഞു. ഓക്കെ ഒക്കെ പറഞ്ഞ് നടക്കുവാണ് ഞങ്ങൾ. നടന്നിട്ട് ഞാൻ നടക്കുന്നതിനനുസരിച്ച് പോസ്റ്റ് ബാക്കിലേക്ക് പോകുന്നു. ഞാൻ എത്ര നടന്നിട്ട് എത്തുന്നില്ല എന്നുള്ള സത്യമായിട്ടുള്ള കാര്യം. എന്നിട്ട് കുറേ നടക്കണ്ടേ, കുറേ നടന്നു വെച്ചാൽ എനിക്ക് അറിഞ്ഞു വെച്ചാൽ ആ ഫീലാണ്, കുറേ ദൂരം നടന്ന പോലൊരു ഫീലാണ്. അവിടെ ചെന്ന് ഈ ഏറുമാടത്തിൻ്റെ അവിടെ ചെന്ന് അവിടെ കുറേ സന്യാസിമാരൊക്കെ ഉണ്ട്, ഇവർ ഏറുമാടം കെട്ടി താമസിക്കുന്നു. അപ്പം അവിടെ ഒരു സന്യാസിയുടെ അടുത്ത് ചെന്നു, ആളോട് സംസാരിക്കുന്നു. ആൾ അവിടുത്തെ ഒരു ഭാഷയാണ് സംസാരിക്കുന്നത്. എനിക്കാണെങ്കിൽ ആ ഭാഷ അറിയത്തില്ല, എനിക്ക് നേരാവണ്ണം ഹിന്ദി അറിയില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. എന്നിട്ട് ആള് ഓൾറെഡി അവരെന്നൊക്കെ പറഞ്ഞ് ഈ ഭയങ്കര കഞ്ചാവ് അടിച്ചൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ അവരുമായിട്ട് സംസാരിക്കുക, ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നു, മൂപ്പരുടെ ആ ഭാഷ സംസാരിക്കും. ഞങ്ങളൊരു 1.5 മണിക്കൂർ നിന്ന് സംസാരിക്കുന്നുണ്ട്. എന്താന്ന് സത്യം പറഞ്ഞാൽ എന്താ സംസാരിച്ചതെന്ന് പുള്ളിക്കും അറിയത്തില്ല, എനിക്കും അറിയില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ സംസാരം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഗുൽമർഗിൽ ഇതുപോലെ ഗുൽമർഗിൽ ചെന്നിട്ട് ശരിക്കും ഞാൻ കാശ്മീരിൽ നിന്ന് ഗുൽമർഗ് നേരെ പോവാണ്. ഗുൽമർഗിൽ നിന്നിട്ട് അവിടെ വെച്ച് എനിക്ക് താമസിക്കാൻ ഇടമൊന്നും ഇല്ല, ഒരു പക്ക ടൂറിസ്റ്റ് ഏരിയ ആണ്. ഞാൻ ടെൻ്റ് അടിച്ച് അവിടെ കിടന്നത്. ഞാൻ ടെൻ്റ് അടിച്ച് കിടന്ന സമയത്ത് ഭയങ്കര തണുപ്പാണ്. ഒരു 12 മണിയായപ്പോൾ ഒരു രക്ഷയില്ല, ടെൻറ്റിലൊന്നും ഒരു കാര്യമില്ല. സ്ലീപ്പിംഗ് ബാഗിനകത്ത് കയറി ഇരുന്നിട്ടും ഞാൻ വിറയ്ക്കുക. അപ്പം ഞാൻ അവിടെ ഒരു കടയുണ്ട്, ഓപ്പണായിട്ടൊരു കട ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ഒരു ഗുൽസാർ എന്ന് പറയുന്നൊരു പയ്യൻ, കശ്മീരിയാണ്. അവിടെ ആളുമായിട്ട് ഞാൻ സംസാരിച്ച് ഞാൻ പറഞ്ഞു എനിക്കിത്തിരി വെള്ളം ഇത്തിരി ചൂടാക്കി തരുമോ എന്ന് ചോദിച്ചു. അപ്പം പുള്ളി ചൂടുവെള്ളം എനിക്ക് തന്നു. അപ്പം ഞാനിങ്ങനെ സംസാരിച്ച ആളോട് ഞാനിങ്ങനെ യാത്രയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു.
അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു, എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല കേട്ടോ ആ വ്യക്തിനെ. എന്നോട് പറഞ്ഞു, നൈറ്റ് കിടക്കണ്ട, നീ ചത്തു എന്ന് പറഞ്ഞു രാവിലെ ആകുമ്പോൾ, അത്ര തണുപ്പാന്ന് പറഞ്ഞു രാത്രിയാകുമ്പോൾ. എന്നോട് പറഞ്ഞ് നമ്മുടെ ഇവിടെ പോരാൻ പറഞ്ഞു. അപ്പോൾ അവർ കടയുടെ മുകളിലായിട്ടൊരു റൂം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കിടന്നു, അവിടെ കമ്പിളി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കിടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ടെൻ്റ് എല്ലാം പാക്ക് ചെയ്ത് ഇവരുടെ കൂടെ ആയിരുന്നു തങ്ങിയത്. അവരുടെ കൂടെ ഞാനൊരു 8 ദിവസം തങ്ങി. അങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തി എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഗുൽസാറും രാജ, ഇവർ രണ്ടുപേരാണ് ആ കട നടത്തുന്നത്. അപ്പം എന്തെങ്കിലും അവിടെ ചുമ്മാ നിൽക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല, എനിക്ക് ആ സ്ഥലങ്ങളെല്ലാം ഒന്ന് കറങ്ങണം. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, രാവിലെ ആ സമയത്ത് മലയാളീസ് ടൂറിസ്റ്റുകൾ വരും, ഞാൻ അവരുമായിട്ട് സംസാരിച്ച് അവരെ നൈസായിട്ട് ക്യാൻവാസ് ചെയ്ത് നേരെ ഈ കടയിലോട്ട് കൊണ്ടുവരും. ചായ പിടിക്കാനും ഭക്ഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ വരുന്ന എല്ലാ മലയാളീസിനെയും ഞാൻ ചാക്കിലാക്കി ഇവിടെ കൊണ്ടുവരും. അപ്പോൾ ഇവർക്ക് കച്ചവടമായി, നോർമൽ ഉള്ളതിനൊക്കെ കൂടുതൽ കച്ചവടം അവർക്കായി, എന്നെ ഒരു ഹെൽപ്പായി. എന്തെങ്കിലും സെർവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യും. പിന്നെ കിട്ടുന്ന ടൈമിൽ ഞാൻ അവിടെ എല്ലാം കറങ്ങാൻ പോവുകയൊക്കെ ചെയ്യുക. അവിടുത്തെ കുതിരക്കാരോട്ടൊക്കെ കമ്പനി ആവുകയൊക്കെ ചെയ്യും. എനിക്ക് കുതിരയെ കയറണം, കാരണം എനിക്ക് പേടി മാറ്റാൻ. കാരണം നമ്മൾ ഈ യാത്രയിൽ എല്ലാം മാറ്റണം, നമ്മുടെ അറപ്പും എല്ലാം മാറ്റുക എന്നുള്ളതാണല്ലോ അതുകൊണ്ട് വേണ്ടത്, അല്ല ജസ്റ്റ് ഒരു സ്ഥലം പോയി കാണുക എന്നുള്ളതല്ല. അപ്പോൾ എനിക്കിത് പേടി മാറ്റണം. ഞാൻ പലതവണ ട്രൈ ചെയ്തു, പക്ഷെ എനിക്ക് പേടിയായിരുന്നു. എനിക്ക് കുതിരയെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നെഞ്ചിടിക്കും, ആ ഒരു ഇത് കാരണം. പക്ഷേ ഞാൻ അവിടുന്ന് പോരുന്നതിന് മുമ്പായിട്ട് ഒറ്റയ്ക്ക് കുതിരയെ നല്ല അടിപൊളിയായിട്ട് റൈഡ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ വന്നത്. അങ്ങനെ ഒരു അനുഭവമൊക്കെ ഉണ്ടായിരുന്നു അവിടെ വെച്ച്. അപ്പം കൃഷ്ണകുമാർ യാത്ര തുടങ്ങുന്നത് തന്നെ ആപ്പിൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ടത്തെ ആ ഓർമ്മ ആപ്പിൾ. അപ്പം ശരിക്കും കാശ്മീരിൽ നിന്ന് ആപ്പിൾ കിട്ടിയോ? പിന്നെ ഒരു പോലീസുകാരൻ്റെ ഒരു ഇൻസിഡൻറ്റ് കാശ്മീർ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പുൽവാമ വെച്ച് നടന്നതാണ്. പുൽവാമ വെച്ച് എനിക്ക് ലൂസ് മോഷൻ പിടികിട്ടു. ഈ ലൂസ് മോഷൻ പിടികിട്ടിട്ട് ഞാൻ അവിടെ വെച്ചൊരു മദ്രസയിലാണ് ഞാൻ ഒരു ദിവസം തങ്ങിയത്. അപ്പം അവിടെ ടോയ്ലറ്റിലൊക്കെ പോവുകയൊക്കെ ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാം, ഭയങ്കര ബുദ്ധിമുട്ട്, വയറിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് എനിക്ക് വന്നു. അപ്പം ഞാൻ അവിടെ ഒരു വഴിയിൽ ഒരു വീടിൻ്റെ ഫ്രണ്ട് നിൽക്കുന്നൊരു ആളെ കണ്ടു, ഒരു ചേട്ടനെ കണ്ടു. ഞാൻ ആളുമായിട്ട് സംസാരിച്ചു. എനിക്കൊരിത്തിരി കട്ടനകത്ത് നാരങ്ങ പിഴിഞ്ഞു വെച്ച് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ ശരി തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ വീട്ടിലേക്ക് വിളിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ സിറ്റ് ഔട്ട് ഇരിക്കുകയാണ്, ആളോട് സംസാരിച്ചു. എന്നിട്ട് എനിക്കത് റെഡിയാക്കി തന്നു, കുടിക്കുകയൊക്കെ ചെയ്തു, ഇച്ചിരി നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുന്നതൊക്കെ പറയുകയൊക്കെ ചെയ്തു. ആളെന്നെ ഇങ്ങനെ കുറച്ച് നേരം നോക്കിട്ടാ, എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ദൈവമേ എത്താണ്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടൻ എവിടെ എന്താ വർക്ക് ചെയ്യുന്ന ചോദിച്ചു. ഞാൻ കാശ്മീർ പോലീസാന്ന്. പോലീസായിരുന്നു. അങ്ങനെ അപ്പൊ അങ്ങനെ കുറച്ചു നേരം ആളുകൾ എന്നോട് പറഞ്ഞു, ഞാൻ ഫേസ്ബുക്കിലാണ് കണ്ടതെന്ന് പറഞ്ഞു. ഫേസ്ബുക്കിൽ ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടു. എൻ്റെ വീഡിയോ കുറച്ച് അവിടെ കുറെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു, ഞാനിങ്ങനെ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ആൾ കണ്ടതായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ചു നേരം സംസാരിച്ച ആളെനിക്ക് നമ്പറൊക്കെ തന്നു. എന്നോട് പറഞ്ഞു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നൊക്കെ പറയുക. പക്ഷെ ആളെന്നെ ഇടയ്ക്കൊക്കെ വിളിച്ചു കേട്ടോ. ഞാൻ കാശ്മീർ ഉണ്ടായിരുന്ന സമയത്തൊക്കെ എനിക്ക് ഇടയ്ക്കൊക്കെ എന്നെ വിളിച്ചു, എന്നോട് ചോദിച്ചു പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, എവിടെ നിൽക്കുന്നത്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അടിപൊളി മനുഷ്യൻ, അടിപൊളി ആൾക്കാരുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പം നമ്മൾ ന്യൂസിലൊക്കെ കാണത്തില്ല. ഇപ്പൊ കാശ്മീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചോദ്യത്തിനുള്ള മറുപടിയല്ല, എന്നാലും ഞാൻ പറയുകയാണ്, നമ്മൾ കൂടുതലും മീഡിയയിൽ കാണുന്നതാണല്ലോ. നമ്മൾ പറയും കാശ്മീർ ഏറ്റവും ഡേഞ്ചർ ഏരിയ ആണ്, അവിടെയുള്ള ആൾക്കാർ നമ്മളെ പ്രശ്നം ഉണ്ടാക്കും, അല്ലെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ ഇവിടുന്ന് പോയ സമയത്താണെങ്കിലും, ഇപ്പം മഹാരാഷ്ട്ര ചെന്ന സമയത്താണെങ്കിലും, ഈവൻ ഡൽഹി എന്ന സമയത്താണെങ്കിലും, പഞ്ചാബ് എന്ന സമയത്താണെങ്കിലും, ജമ്മുവിൽ എന്ന സമയത്താണെങ്കിൽ പോലും എന്നെ പേടിപ്പിക്കുമായിരുന്നു ആൾക്കാർ. ഞാൻ വിചാരിച്ചത് അമ്മയൊക്കെ പറയും എടാ സൂക്ഷിച്ചോണം, അവിടെ വെടിയുള്ളൂ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. പലരും പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. പക്ഷെ ഞാൻ ഇത്ര യാത്ര ചെയ്യല് ഞാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള കാശ്മീരാണ്. സീരിയസ്ലി പറഞ്ഞ വളരെ സേഫ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാശ്മീർ എന്ന് പറയുന്നത്. സീരിയസ്ലി ആൾക്കാരും അടിപൊളിയാണെന്ന് പറയാം. ഹോസ്പിറ്റാലിറ്റി ഭയങ്കരമാണ്. പൊന്നു പോലെ. മഞ്ഞ് പെയ്യുന്ന സമയത്തല്ലല്ലോ പോയത്, ആ സമയത്ത് ഞാൻ ചെന്ന സമയം എന്ന് വെച്ചാൽ അടിപൊളി സമയത്താണ് ചെന്നത്. കറക്റ്റ് ആ സമയത്തായിരുന്നു, ആപ്പിള് പറിക്കുന്ന ടൈമായിരുന്നു. ഞാൻ ഗുൽമർഗ് ഇന്ന് മൂന്നാമത്തെ ദിവസം മഞ്ഞ് പെയ്തു തുടങ്ങി. അപ്പോൾ അത് കാണാൻ വേണ്ടിയുണ്ടല്ലോ ഞാൻ നേരെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒരു ബനിയനും ഇട്ടുണ്ട്, ഓർത്തോണം. ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, മറ്റേ ജാക്കറ്റ് ഒന്നും ഇല്ല, വെറും ഒരു ബനിയൻ ഇട്ടുകൊണ്ട് ഞാൻ നേരെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഈ വായും പൊളിച്ചു നിന്ന് ഐസ് കട്ടൊക്കെ കുറെ കഴിക്കുകയൊക്കെ ചെയ്ത് 2 ദിവസം ഞാൻ പൊങ്ങിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇച്ചിരി വിയേർഡായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ ലൂസ് മോഷനൊക്കെ വന്നു കഴിയുമ്പോൾ അവസ്ഥയുണ്ടല്ലോ, അതായത് എനിക്ക് അവിടെ വെച്ചായിരുന്നു പലപ്പോഴായിട്ടും ലൂസ് മോഷനൊക്കെ വന്നത്. കാരണം നമ്മുടെ ആ ക്ലൈമറ്റുമായിട്ട് അഡാപ്റ്റ് ആകാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും പറയും കാശ്മീർ വിട്ട് മഞ്ഞ് വാരി എറിയുക ഭയങ്കര രസമാണെന്ന് പറയും. 2 ദിവസം കഴിഞ്ഞാണ്ടല്ലോ അതിൻ്റെ ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ ആ ഒരു രീതി ലക്ഷറി ആയിട്ട് നമ്മൾ താമസിക്കണം, ആ രീതിയിൽ നമ്മൾ അങ്ങനല്ല. ഒരു ലോക്കലി ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ അവിടെ ശരിക്കും പറഞ്ഞാൽ 34 ദിവസം നിന്നിരുന്നു കാശ്മീർ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ടൈമിലൊക്കെ. ഹെൽത്ത് ഇഷ്യൂസ് ഒത്തിരി ഉണ്ടായി. നമ്മൾ ഇടയ്ക്കൊക്കെ അവിടെ ഇങ്ങനെ എൻജോയ് ചെയ്ത ഫോട്ടോസൊക്കെ നമ്മൾ സ്റ്റാറ്റസ് ഇടുകയൊക്കെ ചെയ്യുമ്പം ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ട് പറയും നീ ഇവിടെ പൊളിക്കുവാണല്ലേ എന്ന് പറയും. എവിടെ കാരണം നമ്മൾ സാധാരണ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ മാക്സിമം ഒരു 5 ദിവസം
ഒരു 4 ദിവസം 5 ദിവസം നിക്കത്തുള്ളൂ. 35 ദിവസമൊക്കെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ശരിക്കും ഹെൽത്ത് ഇഷ്യൂസ് കുറെ പക്ഷെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സ്ഥലം വർത്താണ്. ആ സ്ഥലത്ത് നിന്ന് എനിക്ക് കിട്ടിയ കുറെ ഓർമ്മകളുണ്ടല്ലോ, അത് ആ എക്സ്പീരിയൻസ് അത് മറക്കാൻ പറ്റത്തില്ല. ഒരുപാട് മനുഷ്യർ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് മനുഷ്യരെ കാണാൻ പറ്റി. അവിടെ ഞാൻ 6 പേരുടെ വീട്ടിൽ താമസിച്ചത്. അത് എനിക്ക് തോന്നുന്നു അവരുടെ എൻ്റെ പേര് പോലും ഇപ്പോഴും അറിയത്തില്ല അവർക്ക്. ഞാനിങ്ങനെ യാത്ര ചെയ്യുന്നതാന്ന് കണ്ടു, അവരെന്നെ ഇഷ്ടപ്പെട്ടു, വിശ്വസിച്ചു, അവരുടെ വീട്ടിൽ താമസിപ്പിച്ചു. അവിടെ ചെന്നിട്ട് മാജിക് ഒക്കെ എന്നെ ശരിക്കും കാശ്മീരിൽ അങ്ങനെ മജീഷ്യൻസ് ഒന്നും അങ്ങനെ അധികം ഒന്നും ഇല്ല കേട്ടോ. മാജിക് കാണിക്കുന്നത് അവരെന്തോ വേറൊരു മനുഷ്യനെ പോലെ കാണുന്നത്. എനിക്ക് ശരിക്കും എന്നെ എന്തോ വേറൊരു രീതിയിലൊക്കെ അവർ കാണുന്നത്. മാജിക് വെച്ച് ഭയങ്കര അത്ഭുതമായിട്ടൊക്കെയാണ് അവരത് കണ്ടുകൊണ്ടൊക്കെ ഇരുന്നത്. അതിലൊരു പയ്യൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു പയ്യൻ, അവന് അവരുടെ വീട്ടിൽ ഞാൻ താമസിച്ചതാണ്. അപ്പം പയ്യനിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ മറിഞ്ഞടിച്ച് വീണ് അവൻ്റെ കയ്യിൽ ഇങ്ങനെ ചോരയൊക്കെ വരുമോ. അവൻ ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ബയ്യ ഇതൊന്നും മാജിക്കിലൂടെ മാറ്റി തരാമെന്ന് വെച്ച് ഞാനാകെ തകർന്നു പോയി. അതായത് അത്ര ഇന്നസെന്റ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഉടായിപ്പാന്നേ പറയത്തുള്ളൂ, പിള്ളേർ ഉൾപ്പെടെ ഭയങ്കര ഇന്നസെന്റ് ആണെന്ന് പറയാം കേട്ടോ. ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞല്ല, എങ്കിലും അത്ര ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർ. എപ്പോഴാണ് കാശ്മീരിൽ നിന്ന് തിരിച്ചു വരുന്നത്? എപ്പോഴാണ്? ഞാൻ അവിടുന്ന് ആപ്പിള് കഴിക്കുകയൊക്കെ ചെയ്തു. ആപ്പിള് കഴിച്ച് ഞാൻ ചെന്ന ശ്രീനഗർ എന്നത് നൈറ്റാണ്. ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങാൻ കിടന്നിട്ടുള്ള ചിന്ത ഇതാണ്. ചിന്ത എന്ന് വെച്ചാൽ ആപ്പിൾ മരത്തിന് ചൂട്ടി പോകുന്നു, ആപ്പിൾ